सिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद। हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे। मूकं करोति वाचालं पङ्गुं लङ्घयति गिरिं यत्कृपातमहं वन्दे परमानन्दमाधवं। नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरये। ओम तत्सत्. ഹരേ കൃഷ്ണ. ഭഗവത്ഗീതയുടെ രണ്ടാമത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ രണ്ടാമത്തെ അധ്യായത്തില് ഏത് ശ്ലോകം വരെ കവർ ചെയ്തു? 62-66 കഴിഞ്ഞു. നാസ്തി ബുദ്ധിരയുക്തസ്യ ന ചായുക്തസ്യ ഭാവന ന ചാഭാവയത ശാന്തിർ അശാന്തസ്യ കുതസുഖം. പരമപുരുഷനുമായി കൃഷ്ണാവബോധത്തിൽ ബന്ധപ്പെടാത്തവന് ദിവ്യബുദ്ധിയോ ഉറച്ച മനസ്സോ ലഭിക്കില്ല. അതില്ലാതെ സമാധാനം കൈവരിക്കാൻ സാധ്യമല്ല. സമാധാനമില്ലെങ്കിൽ സുഖമിവിടെ. നമ്മള് 67, 68, 69 എല്ലാം ചെറിയ ചെറിയ മാറ്റങ്ങളെ കാണിക്കുന്നുണ്ട്. ഇവിടെ എല്ലാം പറയുന്നത് ഇന്ദ്രിയങ്ങളെ കുറിച്ചാണ്. ഇന്ദ്രിയ സംയമനമാണ്, സ്ഥിതപ്രജ്ഞന്റെ വിശേഷങ്ങളാണ്. ഹരേ കൃഷ്ണ. തുടങ്ങാം 67-ാമത്തെ ശ്ലോകത്തിലോട്ട്. ഇന്ദ്രിയാണാം ഹി ചരതാം യന്മനോ അനുവിധീയതേ തദസ്യ ഹരതി പ്രജ്ഞാം വായുർനോ അമി വിവാംഭസി. ഇന്ദ്രിയാണാം ഹി ചരതാം യന്മനോ അനുവിധീയതേ ഇന്ദ്രിയാണാം ഹി ചരതാം യന്മനോ അനുവിധീയതേ തദസ്യ ഹരതി പ്രജ്ഞാം വായുർനാവമിവാംഭസി ശബ്ദാർത്ഥം വിവർത്തനം. ശ്രീല പ്രഭുപാദകി ജയ്. ഹി എന്തെന്നാൽ ചരതാം വിഷയങ്ങളിൽ ചലിക്കുന്ന, ഇന്ദ്രിയാണാം ഇന്ദ്രിയങ്ങൾക്ക്, യത് മനഃ യാതൊരു മനസ്സ്, അനുവിധീയതി നിരന്തരം പ്രവർത്തിക്കുന്ന, തത് അത് ആ മനസ്സ്, വായു വായു, അംബസി ജലത്തിൽ, നാവം ഇവ തോണിയെന്ന പോലെ, അസ്യ അവന്റെ, പ്രജ്ഞാം ബുദ്ധിയെ, ഹരതി അപഹരിക്കുന്നു. വിവർത്തനം ആവർത്തനത്തോടെ ശ്രീല പ്രഭുപാദകി ജയ്. വെള്ളത്തിലെ തോണിയെ കൊടുങ്കാറ്റ് എന്ന പോലെ അലയുന്ന ഇന്ദ്രിയങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ മനസ്സ് കേന്ദ്രീകരിക്കുമ്പോൾ മനുഷ്യന്റെ ബുദ്ധിയെ അത് വലിച്ചിഴയ്ക്കുന്നു. ഇന്ദ്രിയാണാം ഹി ചരതാം യന്മനോ അനുവിധീയതേ തദസ്യ ഹരതി പ്രജ്ഞാം വായുർനാവമിവാംഭസി. ഇന്ദ്രിയാണാം ഹി ചരതാം യന്മനോ അനുവിധീയതേ തദസ്യ ഹരതി പ്രജ്ഞാം വായുർനാവമിവാംഭസി. സുശീം പ്രഭു.
ഇന്ദ്രിയാണാഭിചരതാം യന്മന അനുവിധീയതേ തദസ്യ ഹരതി പ്രജ്ഞാം വായുർനാവമിവാംഭസി. ഇന്ദ്രിയാണാം ഹി ചരതാം യന്മനോനുവിധീയതേ തദസ്യ ഹരതി പ്രജ്ഞാം വായുർനാവമിവാംഭസി. വായുർനാവമിവാംഭസി. ഇന്ദ്രിയാണാം ഹി ചരതാം യന്മനോ അനുവിധീയതേ തദസ്യ ഹരതി പ്രജ്ഞാം വായുർനാവമിവാംഭസി. രാജീവ് പ്രഭു. ഇന്ദ്രിയാണാം ഹി ചരതാം യന്മനോ അനുവിധീയതേ തദസ്യ ഹരിതി പ്രജ്ഞാം വായുർനാവമിവാംഭസി. തദസ്യ ഹരതി പ്രജ്ഞാം വായുർനാവമിവാംഭസി. അമ്മ പറഞ്ഞ കേട്ടോ? അമ്മ പറഞ്ഞ കേട്ടു. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. ഇന്ദ്രിയാണി ചരതാം യമനോ അനുവിധീയതേ തദസ്യ ഹരിതി പ്രജ്ഞാം വായുർനാവമിവാംഭസി. ഹരേ കൃഷ്ണ. സുശീം പ്രഭു അതിന്റെ ഭാവാർത്ഥം. എല്ലാ ഇന്ദ്രിയങ്ങളെയും ഭഗവത് സേവനത്തിൽ ഏർപ്പെടുത്താത്ത പക്ഷം അവയിൽ വിഷയാലോലുപമായ ഒന്നു മാത്രം മതി ഭക്തനെ ദിവ്യമായ പുരോഗതിയുടെ പാതയിൽ നിന്ന് വ്യതിചലിപ്പിക്കുവാൻ. അംബരീഷ ചരിതത്തിൽ കാണുന്നത് പോലെ ഇന്ദ്രിയങ്ങൾ ഒന്നൊഴിയാതെ കൃഷ്ണാവബോധത്തിൽ പ്രവർത്തന നിരതമാക്കണം. അതാണ് മനസംവേദനത്തിലുള്ള ശരിയായ മാർഗം. ഹരേ കൃഷ്ണ. ചെറിയ ഭാവാർത്ഥം, വിശാലമായ അർത്ഥം. നമുക്ക് അടുത്ത ശ്ലോകം കൂടെ നോക്കാം. തസ്മാദ്യസ്യ മഹാബാഹോ നിഗൃഹീതാനി സർവശഃ തസ്മാദ്യസ്യ മഹാബാഹോ തസ്മാദ്യസ്യ മഹാബാഹോ നിഗൃഹീതാനി സർവശഃ നിഗൃഹീതാനി സർവശഃ ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഭ്യഃ ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഭ്യഃ ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഭ്യഃ ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഭ്യഃ തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിതാ തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിതാ തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിതാ തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിതാ. തസ്മാദസ്യ മഹാബാഹോ തസ്മാദ്യസ്യ മഹാബാഹോ നിഗൃഹീതാനി സർവശഃ നിഗൃഹീതാനി സർവശഃ ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഭ്യഃ ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഭ്യഃ ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഭ്യഃ തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിതാ തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിതാ. ശബ്ദാർത്ഥം വിവർത്തനം ശീല പ്രഭുപാദയ്ക്ക് ചെയ്യും. തസ്മാത് അതുകൊണ്ട് മഹാബാഹു അല്ലയോ മഹാബാഹു യസ്യ യാതൊരുവന്റെ ഇന്ദ്രിയാണി ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയാർത്ഥേഭ്യ ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്ന് സർവശഃ ചുറ്റുപാടിൽ നിന്നും
നിഗൃഹീതാനി നിയന്ത്രിതങ്ങളാകുന്നുവോ തസ്യ അവന്റെ പ്രജ്ഞ ബുദ്ധി പ്രതിഷ്ഠിതമാകും. വിവർത്തനം ആവർത്തനത്തോടെ ശ്രീല പ്രഭുപാദകി ജയ്. അതുകൊണ്ട് കൈക്കരുത്തുള്ളവനെ ഇന്ദ്രിയങ്ങളെ അവയുടെ വിഷയങ്ങളിൽ നിന്ന് പിന്മാറ്റാൻ കഴിവുള്ള ആളാണ് സ്ഥിതപ്രജ്ഞൻ. തസ്മാദ്യസ്യ മഹാബാഹോ നിഗൃഹീതാനി സർവശഃ ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഭ്യഃ തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിതാ. तस्माद्यस्य महाबाहो निगृहीतानि सर्वशः इन्द्रियाणीन्द्रियार्थेभ्यस्तस्य प्रज्ञा प्रतिष्ठिता. നിവേദ. तस्माद्यस्य महाबाहो निगृहीतानि सर्वशः इन्द्रियाणीन्द्रियार्थेभ्यस्तस्य प्रज्ञा प्रतिष्ठिता. ഹരേ കൃഷ്ണ. അനവദ്യ. तस्मादस्य महाबाहो निगृहीतानि सर्वशः इन्द्रियाणि इन्द्रियार्थेभ्यस्तस्य प्रज्ञा प्रतिष्ठिता. तस्मात् महाबाहो निगृहीतानि सर्वशः इन्द्रियाणि इन्द्रियार्थेभ्यस्तस्य प्रज्ञा प्रतिष्ठिता. അച്ഛനെ ഞാൻ കണ്ടല്ലോ ഒരു മിന്നായം പോലെ. അച്ഛനല്ലേ അവിടെ? വായിപ്പിക്കണം നിർബന്ധമാണോ പ്രഭു? അല്ലാതെ വായിക്കട്ടെ. തസ്മാസ്യ മഹാബാഹോ നിഗ്രഹീതാനി സർവശ ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഭ്യസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. तस्माद्यस्य महाबाहो निगृहीतानि सर्वशः इन्द्रियाणीन्द्रियार्थेभ्यः तस्य प्रज्ञा प्रतिष्ठिता. രാജീവ് പ്രഭുവിന്റെ ഭാവാർത്ഥം ഒന്ന് വായിച്ചേ. മ്യൂട്ടാണ്. മ്യൂട്ട്. ഹരേ കൃഷ്ണ. ഇന്ദ്രിയങ്ങളെ കൃഷ്ണന്റെ അതീന്ദ്രിയ സേവനത്തിൽ നിയോഗിക്കുക അഥവാ കൃഷ്ണാബോധത്തിൽ മുഴുകുക വഴി മാത്രമേ ഒരാൾക്ക് ഇന്ദ്രിയ സുഖാവേശം നിയന്ത്രിക്കാൻ കഴിയൂ. ശത്രുക്കളെ ഒതുക്കുന്നത് കൂടുതൽ ശക്തി കൊണ്ടാണല്ലോ. ഇന്ദ്രിയങ്ങളെ മനുഷ്യ പ്രയത്നം കൊണ്ട് ഒതുക്കാനാവില്ല. അതിന് അവയെ ഭഗവത് സേവനത്തിൽ എപ്പോഴും ഏർപ്പെടുത്തുക മാത്രമാണ് ഉപായം. കൃഷ്ണാബോധം കൊണ്ട് വേണം സ്ഥിരപ്രജ്ഞനാകാനെന്നും വിശ്വാസ്യനായ ഒരു ആധ്യാത്മിക ഗുരുവിന്റെ മേൽനോട്ടത്തിൽ പരിശീലിക്കേണ്ടതാണ് ഈ കലയെന്നും അറിയുന്ന ഒരാൾ സാധകൻ അല്ലെങ്കിൽ മുക്തിക്കു യോഗ്യനായവൻ എന്ന് വിളിക്കപ്പെടുന്നു. ശത്രുക്കളെ ഒതുക്കുന്നത് കൂടുതൽ ശക്തി കൊണ്ടാണല്ലോ. പക്ഷേ ഇന്ദ്രിയങ്ങളെ മനുഷ്യ പ്രയത്നം കൊണ്ട് ഒതുക്കാനാവില്ല. തസ്മാദസ്യ മഹാബാഹു നിഗൃഹീതാനി സർവശഃ ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഭ്യ തസ്യ പ്രജ്ഞ പ്രതിഷ്ഠിത. അടുത്ത ശ്ലോകം കൂടെ നോക്കിയിട്ട് നമുക്ക് ഹോൾഡ് ചെയ്യാം. യാ നിശ സർവഭൂതാനാം സർവഭൂതാനാം യാ നിശ സർവഭൂതാനാം തസ്യാം ജാഗർത്തി സംയമി തസ്യാം ജാഗർത്തി സംയമി യസ്യാം ജാഗ്രതി ഭൂതാനി യസ്യാം
ജാഗ്രതി ഭൂതാനി यस्यां जागृति भूतानि सा निशा पश्यतो मुने सा निशा पश्यतो मुने सा निशा पश्यतो मुने सा निशा पश्यतो मुने या निशा सर्वभूतानां या निशा सर्वभूतानां तस्यां जागर्ति संयमी तस्यां जागर्ति संयमी यस्यां जागृति भूतानि यस्यां जागृति भूतानि सा निशा पश्यतो मुने सा निशा पश्यतो मुने शब्दार्थम വിവർത്തനം ശീലപ്രഭുപാദ കി ജയ്. സർവഭൂതാനാം സകല ജീവികൾക്കും നിശ രാത്രി യാതൊന്നാണോ തസ്യ അതിൽ ആ രാത്രിയിൽ സംയമി ജാഗ്രതി ഉണർന്നിരിക്കുന്നു. യസ്യാഹ യാതൊന്നിൽ പകൽ ഭൂതാനി ജീവജാലങ്ങൾ ജാഗ്രതി ഉണർന്നിരിക്കുന്നുവോ സ അത് പശ്യതഃ അന്തർദൃഷ്ടിയുള്ള മുനിക്ക് നിശയാകുന്നു. സർവ ജീവജാലങ്ങൾക്കും രാത്രിയായിരിക്കുമ്പോൾ ആത്മസംയമനം കൈവരിച്ചവൻ ഉണർന്നിരിക്കുന്നു. ഏവരും ഉണർന്നിരിക്കുമ്പോൾ അന്തർമുഖനായ മുനിക്ക് നിശാകാലമാണ്. യാ നിശാ സർവഭൂതാനാം या निशा सर्वभूतानां तस्यां जागर्ति संयमी तस्यां जागर्ति संयमी यस्यां जागृति भूतानि यस्यां जागृति भूतानि सा निशा पश्यतो मुने सा निशा पश्यतो मुने. ശില്പമാതി ഒന്ന് വായിച്ചേ. हरे कृष्णा. या निशा सर्वभूतानां तस्यां जागर्ति संयमी यस्यां जागृति भूतानि सा निशा पश्यतो मुने. हरे कृष्णा. ഹരേ കൃഷ്ണ. സിമ്മി. ഹരേ കൃഷ്ണ. हरे कृष्ण. या निशा सर्वभूतानां तस्यां जागृति संयमी यस्यां जागृति भूतानि सा निशा पश्यतो मुने. വെരി ഗുഡ് ഇംപ്രൂവ്ഡ്. വെരി ഗുഡ്. ഹരേ കൃഷ്ണ. ഓക്കെ, പ്രസീത മാതാജി. ഹരേ കൃഷ്ണ. या निशा सर्वभूतानां तस्यां जागर्ति संयमी यस्यां जागृति भूतानि सा निशा पश्यतो मुने. ഹരേ കൃഷ്ണ. അതിന്റെ ഭാവാർത്ഥം ജയപ്രകാശ് പ്രഭു വായിച്ചു. ജയ് ശ്രീലപ്രഭുപാദ്. ബുദ്ധിമാന്മാർ രണ്ടു വിധമുണ്ട്. വിഷയ സുഖപൂർത്തിക്ക് വേണ്ടുന്ന ഭൗതിക പ്രവർത്തനങ്ങളിൽ ബുദ്ധിശക്തി ഉപയോഗിക്കുന്നവരും അന്തർമുഖരായി സാക്ഷാത്കാരത്തിന് പരിശീലിക്കുന്നവരും. അന്തർമുഖനായ ഋഷിയുടെ ചിന്താശീലനായ മനുഷ്യന്റെ പ്രവർത്തന രംഗം ഭൗതിക കൃത്യങ്ങളിൽ വ്യാപൃതരായവർക്ക് രാത്രിയാണ്. എന്നാൽ ഭൗതികവാദികൾക്ക് ആത്മസാക്ഷാത്കാരത്തെക്കുറിച്ച് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് അങ്ങനെയുള്ള രാത്രിയിൽ നിദ്രയിൽ ആണ്ടുപോകുന്നു. അന്തർദൃഷ്ടിയായ ഋഷിയാകട്ടെ ഭൗതിക കർമ്മികളുടെ ഈ രാവിൽ ഉണർന്നു തന്നെയിരിക്കുന്നു. ആത്മീയ സംസ്കാരത്തിന്റെ ക്രമികമായ മുന്നേറ്റത്തിൽ അദ്ദേഹം അതീന്ദ്രിയാനന്ദം അനുഭവിക്കുന്നു. ഭൗതിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവനോ ആത്മസാക്ഷാത്കാരത്തെ സംബന്ധിച്ചിടത്തോളം നിദ്രാണനാകയാൽ വിവിധങ്ങളായ ഇന്ദ്രിയ സുഖങ്ങളെ പറ്റി കിനാവ് കാണുകയും അങ്ങനെ നിദ്രാവസ്ഥയിൽ സുഖദുഃഖങ്ങളെ മാറി മാറി അനുഭവിക്കുകയുമാണ്. അന്തശ്ചക്ഷുഷായ മനുഷ്യൻ പ്രാപഞ്ചിക സുഖാസുഖങ്ങളെ പറ്റി എപ്പോഴും ഉദാസീനനാണ്. പ്രത്യാഘാതങ്ങളിൽ അസ്വാസ്ഥ്യം കൊള്ളാതെ അയാൾ സാക്ഷാത്കാരത്തിനായുള്ള പ്രവർത്തനം തുടരുന്നു. ഹരേ കൃഷ്ണ. കുറച്ച് സമയം കുറേ കാര്യങ്ങൾ. പ്രഭു, ഹരേ ഹരേ കൃഷ്ണ പ്രഭു. പ്രഭു ഇതിനെപ്പറ്റി
ഈ അർത്ഥം എന്തൊക്കെയോ ഒരു ശരിയായിട്ടൊന്നും മനസ്സിലായില്ല. അതിനെപ്പറ്റി ഒന്ന് ഏതാ പറയാം. ഇത് ഏതാ ഈ ഭാവാർത്ഥം മാത്രല്ല, ഈ ഉണർന്നിരിക്കുന്ന മുനിക്ക് നിശാക അതൊന്നും മനസ്സിലാവുന്നില്ല ബ്രോ. ഒരു ഈ ശ്ലോകത്തിന്റെ അല്ലേ? ഈ ശ്ലോകത്തിന്റെ അല്ലേ? ഒരു ടച്ച് ആവുന്നില്ല, ഒരു ആദ്യം അവസാനം ഇല്ലാത്ത പോലെ. അതെ അതെ, ഈ ശ്ലോകത്തിന്റെ അല്ലേ ഇപ്പൊ വായിച്ച ശ്ലോകം അല്ലേ? അതെ അതെ അതെ, അതിന്റെ ഡീറ്റെയിൽ ഭാവാർത്ഥവും ഡീറ്റെയിലും ഒന്ന് കുറച്ചുകൂടെ ഒന്ന് വിവരിച്ചാൽ കൊള്ളായിരുന്നു. ഓക്കെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ആദ്യം തൊട്ട് നമുക്കൊന്ന് വിവർത്തനം ഞാൻ മാത്രം ഒന്ന് വായിച്ചു പോകാം. വെള്ളത്തിലെ തോണിയെ കൊടുങ്കാറ്റ് എന്ന പോലെ അലയുന്ന ഇന്ദ്രിയങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ മനസ്സ് കേന്ദ്രീകരിക്കുമ്പോൾ മനുഷ്യന്റെ ബുദ്ധിയെ അത് വലിച്ചിഴയ്ക്കുന്നു. തുടർന്ന ശ്ലോകത്തിൽ വീണ്ടും പറയുന്നു, അതുകൊണ്ട് കൈക്കരുത്തുള്ളവനെ, ഇന്ദ്രിയങ്ങളെ അവയുടെ വിഷയങ്ങളിൽ നിന്ന് പിന്മാറ്റാൻ കഴിവുള്ള ആളാണ് സ്ഥിതപ്രജ്ഞൻ. അതിന്റെ ഫർദർ എക്സ്പ്ലനേഷൻ ഒറ്റ സ്റ്റേറ്റ്മെന്റിൽ ശ്രീലപ്രഭുപാദർ പറയുന്നുണ്ട്, ശത്രുക്കളെ ഒതുക്കുന്നത് കൂടുതൽ ശക്തി കൊണ്ടാണല്ലോ, പക്ഷേ ഇന്ദ്രിയങ്ങളെ മനുഷ്യ പ്രയത്നം കൊണ്ട് ഒതുക്കാനാവില്ല. വീണ്ടും അടുത്ത ശ്ലോകത്തില് ഭഗവാൻ അർജുനനോട് പറയുകയാണ്, സർവജീവജാലങ്ങൾക്കും രാത്രിയായിരിക്കുമ്പോൾ ആത്മസംയമനം കൈവരിച്ചവൻ ഉണർന്നിരിക്കുന്നു. ഏവരും ഉണർന്നിരിക്കുമ്പോൾ അന്തർമുഖനായ മുനിക്ക് നിശാകാലമാണ്. ഡയറക്റ്റ് ഒരു പക്ഷേ ചിലർ ചിന്തിക്കും, സാധാരണ ജനങ്ങൾ രാത്രി ഉറങ്ങുന്നു, ആ സമയത്ത് യോഗി ഉണർന്നിരിക്കുന്നു. യോഗി ഉണർന്നിരിക്കുന്ന സമയത്ത് സാധാരണ ജനങ്ങൾ ഉറങ്ങുന്നു. ഇവിടെ പറയുന്നു പ്രഭുപാദ് ഫർദർ എക്സ്പ്ലനേഷനിൽ, ബുദ്ധിമാന്മാർ രണ്ടു വിധമുണ്ട്. വിഷയസുഖ പൂർത്തിക്ക് വേണ്ടുന്ന ഭൗതിക പ്രവർത്തനങ്ങൾ ബുദ്ധിശക്തി ഉപയോഗിക്കുന്നവരും അന്തർമുഖരായി ആത്മസാക്ഷാത്കാരത്തിന് പരിശീലിക്കുന്നവരും. അന്തർമുഖനായ ഋഷിയുടെ ചിന്താശീലനായ മനുഷ്യന്റെ പ്രവർത്തന രംഗം ഭൗതിക കൃത്യങ്ങളിൽ വ്യാപൃതരായവർക്ക് രാത്രിയാണ്. ഇവിടെ രാത്രി എന്ന് പറയുന്നത് ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. സുശീംപ്രഭുവിനെ കാണാൻ പറ്റുന്നില്ല. ഓക്കെ, ഇത്തിരി അടുത്തിരുന്നുണ്ട്. ആ ഒരൊറ്റ ശ്ലോകത്തില് നമ്മൾ പഠിച്ചിരിക്കുന്നു, അജ്ഞാനമാകുന്ന കടും തിമിരത്തോടു കൂടിയാണ് ഞാൻ ജനിച്ചത്. അതായത് സാധാരണ ഒരു മനുഷ്യൻ ജനിച്ചു വീഴുന്നത് അന്ധകാരത്തിലേക്കാണ്. അതായത് ഇന്ദ്രിയ വിഷയങ്ങളിൽ, സംസാര സാഗരത്തിൽ, അതായത് ഭൗതികതയിലേക്ക്, അവിടെ ഭൗതികം മുഴുവൻ ത്രിവിധങ്ങളായ സ്വഭാവ ഗുണങ്ങളാൽ ഇന്ദ്രിയ ആസക്തിയിൽ പെട്ടുകിടക്കുകയാണ്. അപ്പം സാധാരണ ജനത്തെ സംബന്ധിച്ചിടത്തോളം അവൻ ജനിക്കുന്നത് ഇരുട്ടിലേക്കാണ്. അജ്ഞാനമാകുന്ന കടും തിമിരത്തോടു കൂടിയാണ് ഞാൻ ജനിച്ചത്. എന്റെ ആധ്യാത്മിക ഗുരുനാഥൻ വിജ്ഞാനമാകുന്ന ദീപശിഖ കൊണ്ട് എന്റെ നേത്രങ്ങൾ തുറന്നു. അവിടെയാണ് തൊട്ട് മുകളിലുള്ള ശ്ലോകത്തില് പ്രഭുപാദര് പറഞ്ഞു നിർത്തിയത്, ഒരു ആധ്യാത്മിക ഗുരുവിന്റെ മേൽനോട്ടത്തിൽ പരിശീലിക്കേണ്ടതാണ് ഈ കലയെന്നും അറിയുന്ന ഒരാൾ, അല്ലെങ്കിൽ സാധകൻ, അല്ലെങ്കിൽ മുക്തിക്ക് യോഗ്യനായവൻ എന്ന് വിളിക്കും. അപ്പം അങ്ങനെ അന്ധകാരത്തിൽ ഇരിക്കുമ്പോൾ ഒരു സ്പിരിച്വലിസ്റ്റിക് പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആ അന്ധകാരത്തിൽ വീഴാതിരിക്കാൻ വളരെ ജാഗരൂകരായിരിക്കും. അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ഉണർന്നിരിക്കുകയാണ്. എല്ലാ ഇന്ദ്രിയങ്ങളെയും കൺട്രോൾ ചെയ്ത് യാതൊരു വിധത്തിലും ഈ ഇരുട്ടിലേക്ക് വീഴാതിരിക്കാൻ ഉണർന്നിരിക്കുകയാണ്. രാജീവ് പ്രഭു ഏകദേശം മനസ്സിലായോ? മനസ്സിലായോ? മ്യൂട്ടാണ്. അവതാരികയുടെ മനസ്സിലായില്ല, ലാസ്റ്റ് കിട്ടാത്തതുകൊണ്ട്. അതായത് ഒരു സാധാരണ ജനത്തെ സംബന്ധിച്ചിടത്തോളം
അവൻ എപ്പോഴും ഇരുട്ടിലാണ്. അതായത് ഇന്ദ്രിയ വിഷയങ്ങളിൽ വ്യാപൃതരായിരിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവൻ എപ്പോഴും ഇരുട്ടിലാണ്. കാര്യം അവനെ യഥാർത്ഥമായ ജ്ഞാനം അറിയില്ല. ആ സമയത്ത് അതേസമയം ഒരു യോഗിയെ സംബന്ധിച്ചിടത്തോളം, ഒരു മുനിയെ സംബന്ധിച്ചിടത്തോളം അവൻ എപ്പോഴും ഈ കയത്തിലേക്ക്, ഭൗതികതയിലെ ഈ അജ്ഞാനമാകുന്ന ഈ ഇരുട്ടിലേക്ക് വീഴാതിരിക്കാൻ അവൻ എപ്പോഴും ഉണർന്നിരിക്കും. അവൻ എപ്പോഴും അവന്റെ സെൻസസ് വളരെ അലർട്ടായിരിക്കും. മനസ്സിലായില്ലേ? രാത്രിയോ പകലോ എന്നില്ലാതെ. രാത്രിയോ പകലോ ഇന്നില്ലാതെ. ഇത് തത്വത്തിൽ ഒരു ഇരുട്ട് ഉദ്ദേശിക്കുന്നത് വിവരമില്ലായ്മയാണ്, അജ്ഞതയാണ്. ഇന്ദ്രിയ വിഷയങ്ങളിൽ വ്യാപൃതനായിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ ഇരുട്ടിലാണ്, അന്ധകാരത്തിലാണ്. മനസ്സിലായില്ലേ? അതേസമയം ആ അന്ധകാരത്തിൽ വീഴാതിരിക്കാൻ എപ്പോഴും അവൻ ആ സർക്കിളിലാണെങ്കിലും അവൻ എപ്പോഴും അലർട്ടായിരിക്കും, അവൻ ഉണർന്നിരിക്കും. ഈ വിഷയങ്ങളിലൊന്നും നമുക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ടുപോകാൻ പാടില്ല. അവൻ വളരെ അലർട്ടായിരിക്കണം. ഒരു കൃഷ്ണാവബോധം ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അതാണ് അതിന്റെ പ്രത്യേകത. അവൻ നിൽക്കുന്ന സംസാര സമുദ്രത്തിൽ, ഈ ഭൗതികതയുടെ കയത്തിൽ യാതൊരു കാരണവശാലും വീണു പോകാൻ പാടില്ല. അതുകൊണ്ടാണ് തൊട്ട് മേലെ ശ്ലോകത്തിൽ പറഞ്ഞത്, വെള്ളത്തിലെ തോണിയെ കൊടുങ്കാറ്റെന്ന പോലെ അലയുന്ന ഇന്ദ്രിയങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ മനസ്സ് കേന്ദ്രീകരിക്കുമ്പോൾ മനുഷ്യന്റെ ബുദ്ധി അത് വലിച്ചിഴയ്ക്കുന്നു. ഭയങ്കര പ്രശ്നങ്ങളാണ്. ഏത് നിമിഷവും ഇന്ദ്രിയങ്ങള് ഭൗതികതയുടെ ആസ്വാദനത്തിന്റെ പുറവെ പോകാം. വളരെ പ്രയാസമാണ്. അതില് വളരെ ഇമ്പോർട്ടന്റ് ആണ് ശ്രവണം, കേൾവി. അതിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇത് മനുഷ്യര് രണ്ട് തരത്തിലുണ്ട്. ഹരേ കൃഷ്ണ. ശിശുപ്രഭു. ഇല്ല, ഞാൻ അതിന്റെ ഒരു അതായത് മുനിമാർക്ക് എനിക്ക് തോന്നുന്നു നമ്മളിപ്പം രാത്രി ഉറങ്ങുമ്പോഴും സ്വപ്നങ്ങളിലൂടെ ഇന്ദ്രിയങ്ങൾ ഇതിലെ പിടിയിലാണ്. അതെ, മുനിമാർക്ക് അങ്ങനെ ഇല്ലായിരിക്കും. അതെ, ഇവിടെ ഉറക്ക സ്വപ്നങ്ങളോട് സ്വപ്നമായിരിക്കും. അതെ. അപ്പം ഏതാണ്ട് നമ്മള് സർവത്ര സമയവും ഇന്ദ്രിയങ്ങളുടെ പിടിയിലാണ്. ഇന്ദ്രിയങ്ങളുടെ പിടിയിലാണ്, സർവത്ര സമയവും ഇന്ദ്രിയങ്ങളുടെ പിടിയിലാണ്. അതായത് സർവത്ര സമയവും നമ്മൾ ഇരുട്ടിലാണെന്ന് അർത്ഥം. സർവത്ര സമയവും ഇരുട്ടിലാണ് എന്നർത്ഥം. സത്യം. മുനി സർവത്ര സമയവും പകലാണെന്ന് അർത്ഥം. പകലാണ്. അവൻ എപ്പോഴും ഉണർന്നായിരിക്കുന്നു. അതെ, അവര് ഉറക്കത്തിലും ഉണർന്നായിരിക്കുന്നു. ഉറക്കത്തിലും ഉണർന്നാണ് ഇരിക്കുന്നത്. സത്യം. ഇതാണ് അതിന്റെ വ്യത്യാസം. അതായിരിക്കാം. അതെ, അത് തന്നെ. അതിന്റെ ഭാവാർത്ഥത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇവിടെ പറയുന്നത് എങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്? അതെ, അന്തർമുഖണ്ടേ. ഇതിനകത്ത് ഭാവാർത്ഥത്തിന്റെ ആദ്യത്തെ സെന്റൻസ് ഞാൻ ഒന്നുകൂടെ വായിക്കാം. ബുദ്ധിമാന്മാർ രണ്ടു വിധമുണ്ട്. വിഷയസുഖ പൂർത്തിക്ക് വേണ്ടുന്ന ഭൗതിക പ്രവർത്തനങ്ങളിൽ ബുദ്ധിശക്തി ഉപയോഗിക്കുന്നവരും അന്തർമുഖരായി ആത്മസാക്ഷാത്കാരത്തിന് പരിശീലിക്കുന്നവരും. അന്തർമുഖനായ ഋഷിയുടെ ചിന്താശീലനായ മനുഷ്യന്റെ പ്രവർത്തന രംഗം ഭൗതിക കൃത്യങ്ങളിൽ വ്യാപൃതരായവർക്ക് രാത്രിയാണ്. ഭൗതിക കൃത്യങ്ങളിൽ വ്യാപൃതരായവർക്ക് രാത്രിയാണ് എന്ന് പറഞ്ഞാൽ അവൻ അന്ധതയിലാണ്, അവൻ അജ്ഞാനത്തിലാണ്, ഇന്ദ്രിയ വിഷയങ്ങളുടെ പിടിയിലാണ്. ജയപ്രകാശ് പ്രഭു. എന്തെങ്കിലും ഇതില്? അതെ, ലൗകികരുടെ വെളിച്ചം യോഗിക്ക് ഇരുട്ടാണ്. അതെ, സത്യം. ലൗകികരുടെ മറ്റൊരർത്ഥത്തിൽ യോഗിയുടെ വെളിച്ചം ലൗകികർക്ക് ഇരുട്ടുമാണ്. കറക്റ്റ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാല് ലൗകികർ എന്ന് പറയുമ്പോൾ ഇന്ദ്രിയ വിഷയങ്ങളിൽ ഏർപ്പെട്ടവർ, ഭൗതിക വിഷയങ്ങളിൽ താല്പര്യമുള്ളവർ. അപ്പം ലൗകിക വിഷയങ്ങളെ പറ്റി താല്പര്യം അവർ ഇരുട്ടാണ്. യോഗികളെ സംബന്ധിച്ചിടത്തോളം ജയപ്രകാശ് പ്രഭു, യോഗിയെ സംബന്ധിച്ചിടത്തോളം ലൗകികന്റെ വെളിച്ചം യോഗിക്ക് ഇരുട്ടാണ്. അതെ, ലൗകികന്റെ വെളിച്ചം എന്ന് പറയുന്നത് അവനെ സംബന്ധിച്ചിടത്തോളം അതെ ഇന്ദ്രിയ വിഷയങ്ങളിൽ ഒട്ടും താല്പര്യം. എന്താ പിന്നെ നമ്മള് പണ്ട് പഠിക്കുമല്ലോ, തിരിച്ച് പറയുമല്ലോ, തമസല്ലോ സുഖപ്രദം എന്ന് നമ്മൾ കളിയാക്കി സംസാരിക്കുമല്ലോ. മനസ്സിലാവും. ശിശുപ്രഭു എന്താ പറഞ്ഞേ? ഇല്ല, ഞാനിവിടെ പറഞ്ഞു. എന്തോ പിന്നെ നമ്മള് പണ്ട് ഒരു തമാശക്ക് പറഞ്ഞൊരു വേടുണ്ടായിരുന്നു.
അതിന് ലാസ്റ്റ് തമസല്ലോ സുഖപ്രദം എന്ന് നമ്മൾ പറയുമായിരുന്നു. അജ്ഞതയാണ് സുഖം. തമസല്ലോ സുഖപ്രദം എന്ന് പറയുമായിരുന്നു. നമ്മള് ഇത് തിരിച്ച് അസതോമാ സദ്ഗമയ മൃത്യോമാ അമൃതംഗമയ അല്ലേ ശില്പമാതാജി? തമസോമാ ജ്യോതിർഗമയ, തമസോമാ ജ്യോതിർഗമയ, സതോമാ സദ്ഗമയ, തമസോമാ അസതോമാ ജ്യോതിർഗമയ, സദ്ഗമയ, തമസോമാ ജ്യോതിർഗമയ, മൃത്യോമാ അമൃതംഗമയ. ഇതിനെ റിവേഴ്സ് ആക്കിയിട്ടാണ് നമ്മൾ കൗമാരപ്രായത്തില് തമസല്ലോ സുഖപ്രദം എന്ന് പറയുന്നൊരു ശ്ലോകം ഉണ്ടാക്കിയെടുക്കുന്നത്. ഹരേ കൃഷ്ണ. അപ്പം ഏകദേശം ഇപ്പോൾ രാജീവ് പ്രഭു മനസ്സിലായി. ഓക്കെ, ഹരേ കൃഷ്ണ, താങ്ക് യു. ഇപ്പൊ ഇവിടെ സെൻസസ് എന്ന് പറഞ്ഞാൽ വളരെ സെൻസിറ്റീവ് ആണ്. അപ്പൊ മനുഷ്യന് രണ്ട് തരത്തിലുണ്ട്, മെറ്റീരിയലിസ്റ്റിക് പേഴ്സൺ ആൻഡ് സ്പിരിച്വലിസ്റ്റിക് പേഴ്സൺ. രണ്ട് തരത്തിലാണ്, മെറ്റീരിയലിസ്റ്റിക് പേഴ്സൺ ആൻഡ് സ്പിരിച്വലിസ്റ്റിക് പേഴ്സൺ. ഇവിടെയാണ് മെറ്റീരിയലിസ്റ്റിക് പേഴ്സൺ എന്ന് പറയുമ്പോൾ ഭൗതികമായി 24 മണിക്കൂറും അവൻ എപ്പോഴും ഭൗതിക വിഷയങ്ങൾ, ലൗകിക സുഖങ്ങളിൽ ഏർപ്പെട്ടവനാണ്. ഈ മെറ്റീരിയലിസ്റ്റിക് മൈൻഡിനെ നമ്മള് പ്രവർത്തികൾ മാറുന്നതിന് ഉപരി അവന്റെ കോൺഷ്യസിനെ ഡൈവേർട്ട് ചെയ്യണം. എങ്ങോട്ട്? സ്പിരിച്വലിസ്റ്റിക് മൈൻഡിലോട്ട് ഡൈവേർട്ട് ചെയ്യണം. അങ്ങനെ വരുമ്പോൾ ഈ അജ്ഞതയെ നമുക്ക് വെളിച്ചത്തിലേക്ക് നയിക്കാം. വെളിച്ചം ദുഃഖമാണ് ഉണ്ണി, ഇരുട്ടല്ലോ സുഖപ്രദം. ഇതാണ് നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ളത്. ജയപ്രകാശ് അതെ, വെളിച്ചം ദുഃഖമാണ് ഉണ്ണി, ഇരുട്ടല്ലോ സുഖപ്രദം. അതെ അതെ, അപ്പൊ അതാണ് തമസല്ലോ സുഖപ്രദം. അപ്പം ശരിയാണ്, ഒരു ലൗകികവാദിയെ സംബന്ധിച്ചിടത്തോളം വെളിച്ചം വളരെ ദുഃഖമാണ്. അവൻ ഇതിനോടൊന്നും യാതൊരു താല്പര്യവും ഉണ്ടാവില്ല. അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ഇന്ദ്രിയങ്ങളെല്ലാം കാണുന്നതിന്റെ എല്ലാം പുറകെ പോകും. അവസാനം ലാസ്റ്റ് എന്താ സംഭവിക്കുന്നത്? ഒന്നും സംഭവിക്കത്തില്ല. അവൻ അതുമില്ല ഇതുമില്ലാതായിത്തീരും. അത്രയേ ഉള്ളു കാര്യം. വഴിയെ പോകുന്നവരെല്ലാം അവന്റേതാണെന്നുള്ള ചിന്തയിലാണ് അവൻ നടത്താം. പക്ഷേ ചുരുക്കത്തിൽ അവന് ആത്മീയതയിലും പുരോഗമനം പ്രാപിക്കാൻ പറ്റത്തില്ല, എന്നാൽ അവന് ഭൗതികതയിലും പുരോഗമനം പ്രാപിക്കാൻ പറ്റത്തില്ല. പറ്റില്ല. ആത്മീയത ഉണ്ടെങ്കിൽ മാത്രമേ ഭൗതികതയിൽ പുരോഗമനം പ്രാപിക്കാൻ പറ്റുകയുള്ളൂ. ഇവിടെ ഈ മെറ്റീരിയലിസ്റ്റിക് പേഴ്സൺ, സ്പിരിച്വലിസ്റ്റിക് പേഴ്സൺ, ആ സ്പിരിച്വലിസ്റ്റിക് പേഴ്സണിലോട്ട് നമുക്ക് തീർച്ചയായിട്ടും കൺവേർട്ട് ചെയ്യണം. അപ്പൊ അതിന് ഏറ്റവും പ്രധാനമായി നോക്കേണ്ട ഒരു വസ്തുതയാണ് സെൻസ് കൺട്രോൾ ഓർ സെൻസ് കൺട്രോൾ ഓഫ് ദ സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ. എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാം? തത്വത്തിൽ നോക്കുമ്പോൾ വളരെ പ്രയാസമാണ്, പക്ഷെ വളരെ എളുപ്പമാണ്. അത് അത്യാവശ്യമായിട്ടും നമ്മുടെ ജീവിതത്തിൽ പുരോഗമനം, ഏതൊരു തരത്തിലുള്ള പുരോഗമനത്തിലാണെങ്കിലും അത് കൂടിയേ തീരും. ലൗകിക വിഷയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒരു തരത്തിലും വിജയിക്കാൻ സാധിക്കുകയില്ല. ഒരുപാട് ഉദാഹരണങ്ങൾ, ഒരുപാട് കറണ്ട് എക്സാമ്പിൾസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതെല്ലാം നമുക്ക് പാഠം ആവണം എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇതിനെയെല്ലാം നമ്മുടെ അനുഭവങ്ങളായിട്ട് എടുക്കണം. ഇവിടെ ഒരു മിനിറ്റ്, അപ്പോൾ എങ്ങനെ നമുക്ക് മനസ്സിനെ കൺട്രോൾ ചെയ്യാം? വലിയ പാടാണെന്ന് പറയും, പക്ഷെ വളരെ സിമ്പിളാണ്. ഒരു വൃക്ഷത്തിന് അത് വളരാൻ വേണ്ടിയിട്ട്, അതിൻ്റെ സ്ട്രെങ്തിന് വേണ്ടിയിട്ട്
നമ്മൾ വെള്ളം ഒഴിക്കുന്നത് അതിന്റെ വേരിലേക്കാണ്. ഈ വേരിലൊഴിക്കുന്ന വെള്ളമാണ് ആ മരത്തിന്റെ ശക്തി. അതുപോലെ നമ്മൾ ഇഷ്ടപ്പെട്ട ആഹാരം കഴിക്കുന്നുണ്ട്. ഈ ആഹാരം നമ്മുടെ വയറിനെ നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. വയറ് നിറയുമ്പോൾ ആഹാരം നമ്മൾ നിർത്തും. എന്നിട്ട് ഈ ആഹാരത്തിൽ നിന്നാണ് നമുക്ക് ഇന്ദ്രിയങ്ങളുടെ ശക്തി ലഭിക്കുന്നത്. ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കിട്ടുന്ന ശക്തി ഈ ആഹാരത്തിൽ നിന്ന്. അപ്പോൾ എല്ലാവർക്കും ഇന്ദ്രിയ സംതൃപ്തി പൂർത്തീകരിക്കേണ്ട ആവശ്യമുണ്ട്. ഇന്ദ്രിയ സംതൃപ്തിയുടെ ഫലമായിട്ടാണ് നമ്മൾ ആഹാരം കഴിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ഇന്ദ്രിയ സംതൃപ്തി വേണ്ട എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. സോ സെൻസ് എൻജോയ്മെന്റ് ബിഗിൻസ് ഫ്രം ദ സ്റ്റൊമക്ക്. വയറിൽ നിന്നാണ്, ഉദരത്തിൽ നിന്നാണ് സെൻസ് എൻജോയ്മെന്റ് തുടങ്ങുന്നത്. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നാണ് സെൻസ് എൻജോയ്മെന്റ് തുടങ്ങുന്നത്. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന്റെ ഫലമായിട്ടാണ് സെൻസസിന്റെ പ്രവർത്തനങ്ങൾ. നിസ്സാരമാണ്. നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ പലതരത്തിലുള്ള വളങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അത് അവന്റെ വേരിലേക്കാണ് ഇടുന്നത്. ആ വളങ്ങളുടെ ഗുണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ വിളകൾക്ക് ഫലമുണ്ടാകുന്നത്. അതുപോലെ നമ്മൾ കൊടുക്കുന്ന ഉദരത്തിലേക്ക് കൊടുക്കുന്ന ആഹാരത്തിന്റെ ഇന്ദ്രിയ സംതൃപ്തി, ആ വയറിന്റെ ഇന്ദ്രിയ സംതൃപ്തിക്ക് ഫലമായി നമ്മൾ കൊടുക്കുന്ന ആഹാരത്തിന്റെ ഫലമാണ് ഇന്ദ്രിയങ്ങളുടെ സ്ട്രെങ്തും ഇന്ദ്രിയങ്ങളുടെ ഗുണങ്ങൾ. അപ്പോൾ the sense enjoyment begins from the stomach. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം കൺട്രോൾ ചെയ്യേണ്ടത് നമ്മുടെ ഉദരത്തെയാണ്. ഉദരത്തെ നമ്മൾ കൺട്രോൾ ചെയ്യുകയും നമ്മൾ ഭഗവാന്റെ നാമങ്ങളെ ശ്രവിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് മറ്റ് ഇന്ദ്രിയങ്ങളെ എല്ലാം കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഹരേ കൃഷ്ണ. ഏകദേശം മനസ്സിലായില്ലേ? ഇവിടെ വീണ്ടും നമ്മള് പറയുന്നുണ്ട്, പിന്നെ വീണ്ടും പറയുന്നു. അപ്പൊ ഈ ഉദരത്തെ നമ്മുടെ ഇന്ദ്രിയങ്ങളെ, ഉദരത്തെ നമ്മുടെ ആഹാരത്തിലൂടെ കൺട്രോൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും വരുന്നത് നമ്മുടെ 6 ഡിഫക്റ്റുകൾ നമ്മളെ പിടികൂടും. നമ്മൾ നല്ല ആഹാരം കഴിക്കുന്നു. ഈ ആഹാരം ഒരു ഘട്ടം കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിന് ഉപയോഗിച്ചതിന് ശേഷം ഇതിന്റെ ബാലൻസിനെ നമ്മൾ പുറന്തള്ളുന്നു. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞിരുന്നോ? ഇത് പറഞ്ഞെങ്കിൽ റിപ്പീറ്റേഷൻ വേണ്ട. പറഞ്ഞിരുന്നോ? ഇന്നലത്തെ ക്ലാസ്സിൽ അങ്കിൾ പറഞ്ഞിരുന്നു. ഇന്നലത്തെ നോ പ്രോബ്ലം, നോ ഇഷ്യൂ. പക്ഷെ നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നോ? ഇല്ല. ഓക്കെ. അപ്പം പുറം തള്ളണം. പുറം തള്ളിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ശരിയായ രീതിയിൽ ശോധന നടന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? വയറ് സ്തംഭിക്കും. പിന്നീട് ശരീരത്തിനാകെ ഒരു അസ്വാസ്ഥ്യമാകും. നമുക്ക് ഒരു സുഖമില്ലായ്മയുണ്ടാകും.
അതുപോലെ നമ്മുടെ ശരീരത്തിൽ 6 ഡിഫക്റ്റുകൾ നിറഞ്ഞിരിപ്പുണ്ട്. ക്രാമ, ക്രോധ, ലോഭ, മോഹ, മത, മാത്സര്യം. ഈ നേരത്തെ പറഞ്ഞിരുന്നു. ഇവനെ എടുത്തു കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇവൻ നമ്മുടെ ശരീരത്തെ ടോക്സിക് ആകും, കുന്നുകൂടിയിരിക്കും, അക്കുമുലേറ്റ് ചെയ്യും. നിസ്സാരമല്ല ഈ കാര്യം. ആത്മീയതയിൽ പോലും ഇതുണ്ട്, അതൊരു വസ്തുതയാണ്. ആത്മീയ അന്തരീക്ഷത്തിൽ പോലും, ആത്മീയത കൊണ്ടു നടക്കുന്നവരിൽ പോലും പല നിമിഷങ്ങളിലും ഈ 6 ഡിഫക്റ്റുകൾ കൂടാറുണ്ട്. ഇതിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് വളരെ പ്രയാസമാണ്. എന്നാൽ കർക്കശമായ സാധനയിലൂടെ ഇതിനെ നമുക്ക് തരണം ചെയ്യാൻ പറ്റും. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഈ ടോക്സിക്കിനെ എങ്ങനെ പുറത്തു കൊണ്ടുവരാം. അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മുടെ ഇന്ദ്രിയ വിഷയത്തിന്റെ ഉത്ഭവസ്ഥാനമായ ഉദരത്തിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത്. ഈ ഉദരത്തിനെ കൺട്രോൾ ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനത്തെ ചില മാറ്റങ്ങൾ നമ്മൾ അറിയാതെ ഉണ്ടാകും. ആ സമയത്ത് എല്ലാം വിളഞ്ഞു നിൽക്കുന്ന സമയത്ത് നല്ല ഒരു മന്ദമാരുതൻ അടിക്കുന്നത് പോലെയാണ് ഭഗവാന്റെ നാമം നമ്മൾ ശ്രവിക്കുക എന്നുള്ളത്. അങ്ങനെ നമ്മൾ നല്ല രീതിയിൽ ഫലഭൂയിഷ്ടമായിട്ടിരിക്കുമ്പോൾ ആ ഭഗവാന്റെ നാമം ഒരു മന്ദമാരുതനെ പോലെ നമ്മളിൽ വന്നടിക്കുമ്പോൾ നമുക്ക് ഒരു സുഖം, ഒരു അനിർവചനീയമായ ഒരു സുഖം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ആ അനിർവചനീയമായ ആ സുഖം നമ്മൾ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നമുക്ക് മറ്റു വിഷയങ്ങളിൽ നിന്ന് അറിയാതെ നമ്മൾ വിടുതൽ ഉണ്ടാകും. ആ വിഷയങ്ങളിൽ നമുക്കൊരു ബാഡ് സ്മെൽ, ഒരു ബാഡ് ഓർഡർ അനുഭവിക്കും. അങ്ങനെ ആ രീതിയിലുള്ള ഒരു സാധനയിലൂടെ വരുമ്പോൾ ഇത് നിഷ്പ്രയാസം ഇന്ദ്രിയങ്ങളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ നമ്മുടെ മനസ്സിനെ പ്യൂരിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ശുദ്ധീകരിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് ശ്രവണം, പിന്നെ സ്മരണം, ഭഗവാനെ സ്മരിക്കണം, പിന്നെ കീർത്തനം ചെയ്യണം. ഈ 3 കാര്യങ്ങൾ അത്യന്താപേക്ഷിതമാണ്. ഒപ്പം നമ്മുടെ സെൻസ് എൻജോയ്മെന്റിനെ കൺട്രോൾ ചെയ്യേണ്ടത് നമുക്ക് വളരെ ആവശ്യമാണ്. ഇത്തരം നിയന്ത്രിതമായ രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു യോഗി എപ്പോഴും ഉണർന്നിരിക്കുന്നു എന്ന് പറയുന്നത്. അവൻ എപ്പോഴും ഉണർന്നിരിക്കും, അവൻ എപ്പോഴും ഭൗതികതയിൽ ജാഗരൂകരാണ്. ഹരേ കൃഷ്ണ. ഇതിന്റെ ഫർദർ നമുക്ക് ചില ശ്ലോകങ്ങൾ റെഫർ ചെയ്യാം. നേരത്തെ പറഞ്ഞത് 9-ാമത്തെ അധ്യായം 34-ാമത്തെ ശ്ലോകം എടുക്കൂ സുശിംപ്രഭു. മദ്ഭക്തോ മദ്യാജീമാം നമസ്കുരു മാമേ വൈശ്യസി തൈവ ആത്മനാം മത്പരായണഃ. അതിന്റെ വിവർത്തനവും ഭാവാർത്ഥവും വായിച്ചോളൂ. എന്നിൽ മനസ്സുറപ്പിക്കുക, ഭക്തനാവുക, എന്നെ ആരാധിക്കുക, നീ പ്രണമിക്കുകയും ചെയ്യുക. എന്നിൽ തന്നെ പൂർണ്ണമായും മുഴുകിയിരിക്കുന്നത് കൊണ്ട് നീ തീർച്ചയായും എന്നെ പ്രാപിക്കും. അതിന്റെ ഭാവാർത്ഥം കൂടെ വായിച്ചോളൂ. ഭാവാർത്ഥം: മലിനമായ ഈ ഭൗതിക ലോകത്തിന്റെ കെട്ടുപാടുകളിൽ നിന്ന് മുക്തനാകാൻ കൃഷ്ണാവബോധമില്ലാതെ മറ്റുപായങ്ങളില്ലെന്ന് ഈ ശ്ലോകം ഊന്നിപ്പറയുന്നു. ചില തത്വദീക്ഷയില്ലാത്ത ഭാഷ്യകാരന്മാർ വ്യക്തമായ ഈ അർത്ഥത്തെ വളച്ചൊടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്.
സർവ സേവനങ്ങളും ഭക്തിപൂർവം ഭഗവാൻ കൃഷ്ണനിൽ അർപ്പിക്കേണ്ടതാണെന്ന് ഈ പദ്യത്തിന്റെ സാരം. നിർഭാഗ്യവശാൽ മേൽപ്പറഞ്ഞ കൂട്ടർ തീരെ അപ്രായോഗികമായ വഴിക്കാണ് വായനക്കാരുടെ ശ്രദ്ധയെ തിരിച്ചുവിടുന്നത്. കൃഷ്ണനും കൃഷ്ണന്റെ മനസ്സിനും തമ്മിൽ വ്യത്യാസമില്ലെന്നും അവർക്കറിഞ്ഞുകൂടാ. വെറും ഒരു മനുഷ്യനല്ല കൃഷ്ണൻ, പരമസത്യമാണ്. അദ്ദേഹത്തിന്റെ ശരീരവും മനസ്സും ആത്മാവും ഒന്നാണ്, നിരപേക്ഷനാണ്. കൃഷ്ണൻ ചൈതന്യ ചരിതാമൃതത്തിന് എഴുതിയ അനുഭാഷ്യം എന്ന ടിപ്പണിയിൽ ശില ഭക്തി സിദ്ധാന്ത സരസ്വതി കർമ്മപുരാണത്തിൽ നിന്ന് ഒരു വാക്യം ഉദ്ധരിച്ചിട്ടുണ്ട്. കൂർമ്മപുരാണം എന്നൊരു വാക്യം ഉദ്ധരിച്ചിട്ടുണ്ട്. ദേഹ ദേഹി വിഭേദോയം നേശ്വരേ വിദ്യതേ ക്വച്ചിത്. ഈശ്വരനായ കൃഷ്ണനിൽ ദേഹം ദേഹി എന്നിങ്ങനെ ഭേദങ്ങളില്ല എന്നർത്ഥം. എന്നാൽ കൃഷ്ണനെ കുറിച്ചുള്ള ഈ ശാസ്ത്രം സാധാരണ ഭാഷ്യകാരന്മാർക്കറിയില്ല. അവർ കൃഷ്ണനെ ഒളിപ്പിക്കുകയാണ്. ഭഗവാന്റെ വ്യക്തിത്വത്തെ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്നോ മനസ്സിൽ നിന്നോ വിഭജിക്കുകയാണ്. കൃഷ്ണനെ കുറിച്ചുള്ള പൂർണ്ണമായ അജ്ഞതയാണെങ്കിലും ഇതെങ്കിലും ജനങ്ങളെ ഇങ്ങനെ വഴിതെറ്റിക്കുന്നതിലൂടെ ചിലർ മുതലെടുക്കും. അസുര സ്വഭാവികളായ ചിലരുണ്ട്, അവരും കൃഷ്ണനെ പറ്റി ചിന്തിക്കുന്നു. കൃഷ്ണന്റെ മാതുലനായ കംസൻ ചെയ്തിരിക്കുന്നത് പോലെ ഈർഷ്യയോടെ കംസൻ വൈരി എന്ന നിലയിലാണെങ്കിലും കൃഷ്ണനെ സദാ ഓർമ്മിച്ചു പോകും. എപ്പോഴാണോ കൃഷ്ണൻ തന്നെ കൊല്ലാൻ വരുന്നതെന്ന് ഭയാക്രാന്തനായിരുന്നു. ആ രാജാവ് അങ്ങനെയുള്ള സ്മരണ നമ്മെ സഹായിക്കില്ല. പ്രേമഭക്തി പുരസരമാവണം കൃഷ്ണനെ സ്മരിക്കുന്നത്. അതാണ് ഭക്തി. കൃഷ്ണനെ കുറിച്ചുള്ള അറിവ് നിരന്തരം വളർത്തിയെടുക്കേണ്ടതാണ്. എങ്ങനെയാണ് വളർത്തിയെടുക്കേണ്ടത്? അത് വിശ്വസ്തനായ ഗുരുവിൽ നിന്ന് പഠിക്കണം. പരമപുരുഷനാണ് കൃഷ്ണൻ. അദ്ദേഹത്തിന്റെ ശരീരം ഭൗതികമല്ല, സച്ചിദാനന്ദമയമാണ്. പലതവണ നാം പറഞ്ഞിട്ടുണ്ട്. കൃഷ്ണനെ കുറിച്ചുള്ള ഇത്തരം സംഭാഷണങ്ങൾ ഒരാളിൽ ഭക്തി ഉളവാക്കാൻ സഹായിക്കും. എന്നാൽ ശരിയായ സ്രോതസ്സിൽ നിന്നല്ലാതെ കൃഷ്ണനെ മനസ്സിലാക്കുന്നത് നിഷ്ഫലമാണ്. അതിനാൽ ഭക്തൻ കൃഷ്ണന്റെ ആദിമവും ശാശ്വതവുമായ രൂപത്തിൽ മനസ്സൂന്നണം. കൃഷ്ണന്റെ പരമപ്രഭാവത്തിൽ ദൃഢവിശ്വാസത്തോടെ സേവന കർമ്മങ്ങളിൽ ഏർപ്പെടണം. കൃഷ്ണാരാധനയ്ക്കുതകുന്ന ക്ഷേത്രങ്ങൾ ഇന്ത്യയിൽ 100,000-കണക്കിനുണ്ട്. അവിടെയെല്ലാം ഭക്തി സേവനവും അനുഷ്ഠിക്കപ്പെടുന്നു. അത്തരം സന്ദർഭങ്ങളിൽ കൃഷ്ണന് പ്രണാമം അർപ്പിക്കണം. വിഗ്രഹത്തിന് മുന്നിൽ തലകുനിക്കുകയും തന്റെ ശരീരത്തെയും മനസ്സിനെയും കർമ്മങ്ങളുടെയും എല്ലാം കൃഷ്ണാർപ്പണമായി തീർക്കുകയും വേണം. അങ്ങനെ വ്യതിചലിക്കാത്ത വിധം കൃഷ്ണനിൽ സ്വയം മുഴുകിയിരിക്കാൻ കഴിയും. ഇത് കൃഷ്ണ ലോകപ്രാപ്തിക്ക് സഹായിക്കും. തത്വദീക്ഷയില്ലാത്ത ഭാഷ്യകാരന്മാരെ പിന്തുടർന്ന് വഴിതെറ്റിപ്പോകരുത്. കൃഷ്ണകഥകളുടെ ശ്രവണം, കീർത്തനം മുതലായ 9 പ്രക്രിയകളിൽ ഏർപ്പെടണം. ഭക്തിഭരിതമായ ഭഗവത് സേവനമാണ് മനുഷ്യവർഗത്തിന്റെ അത്യുത്കൃഷ്ടമായ നേട്ടം. ഗവേഷണപരമായ ജ്ഞാനം, അഷ്ടാംഗയോഗം, കാമ്യകർമ്മങ്ങൾ എന്നിവയിൽ നിന്ന് മുക്തമായ ശുദ്ധ ഭക്തിയുടെ സേവനമാണ് 7ഉം 8ഉം അധ്യായങ്ങളിൽ വിവരിച്ചിട്ടുള്ളത്. തികച്ചും പരിശുദ്ധി നേടാത്തവർ നിരാകാര ബ്രഹ്മ ജ്യോതിസിലും സ്ഥാനീയ പരമാത്മാവിലും ആകർഷരായി പോകുന്നു. എന്നാൽ ശുദ്ധഭക്തൻ നേരിട്ട് ഭഗവാനെ സേവിക്കുന്നു. കൃഷ്ണനെ പറ്റി സുന്ദരമായൊരു കവിതയുണ്ട്. ദേവാരാധകരെ എല്ലാം മൂഢന്മാരാണെന്നും അവർക്കൊരിക്കലും കൃഷ്ണന്റേതായ അത്യുത്കൃഷ്ടോപകാരം നേടാനാവില്ലെന്നും അതിൽ വ്യക്തമാക്കുന്നു. ആരംഭത്തിൽ ചിലപ്പോൾ ഒരു ഭക്തൻ ഉന്നത നിലവാരത്തിൽ നിന്നും താഴെ വീണേക്കാം. എങ്കിലും ആ നിലയിലും എല്ലാ തത്വചിന്തകരെക്കാളും യോഗികളെക്കാളും ഉത്കൃഷ്ടനാണ് അയാൾ. എപ്പോഴും കൃഷ്ണാവബോധത്തിൽ മുഴുകി ജീവിക്കുന്ന ഒരാളെ ശരിയായ സാധുവായി തന്നെ കരുതണം.
ഭക്തന് ചേരാത്ത പ്രക്രിയകൾ യാദൃച്ഛികമായി അയാൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ക്രമേണ അത്തരം പിഴകൾ ചുരുങ്ങി വരും. സംശയമന്യേ ഭക്തൻ തികച്ചും പൂർണ്ണത നേടുകയും ചെയ്യും. വാസ്തവത്തിൽ തികവുറ്റ ഭക്തന് വീഴ്ച പറ്റുന്നത് എളുപ്പമല്ല. ഭഗവാൻ സ്വയം തന്റെ ഭക്തന്മാരെ കാക്കുന്നുണ്ടല്ലോ. ബുദ്ധിമാനായ മനുഷ്യൻ നേരെ കൃഷ്ണാവബോധ പ്രക്രിയയിൽ ഏർപ്പെടുകയാണ് വേണ്ടത്. അങ്ങനെ ചെയ്താൽ ഈ ഭൗതിക ലോകത്തിലും അയാൾക്ക് സന്തുഷ്ടനായി ജീവിക്കാം. അവസാനം കൃഷ്ണന്റെ ഉത്കൃഷ്ടോപഹാരം നേടുകയുമാവാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സുശീം പ്രഭു എന്ത് പറയുന്നു ഇതിനകത്ത്? എന്താണ് സമ്മതം? അതിനകത്ത് വളരെ ക്ലിയർ ആണ്. ഭക്തിയുത സേവനത്തിലൂടെ നമുക്ക് ഇവിടെയും സന്തോഷമായിരിക്കാം, അവസാനം ഭഗവാന്റെ അടുക്ക എത്തപ്പെടുകയും ചെയ്യാം. അതാണ് പ്രഭുപാദരോട് ഒരാൾ ചോദിച്ചത് ഇങ്ങനെയാണല്ലോ, നിങ്ങൾ കൃഷ്ണൻ എന്ന് പറഞ്ഞ് നടക്കുന്നത്, അഥവാ അങ്ങ് ചെല്ലുമ്പോ കൃഷ്ണൻ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? പ്രഭുപാദർ പറഞ്ഞതാണ്, ഞാനിപ്പോഴും ഹാപ്പിയാണ്, കൃഷ്ണൻ ഇല്ലെങ്കിലും ഓക്കെ, പക്ഷെ നീ അഥവാ കൃഷ്ണൻ ഉണ്ടെങ്കിലോ നിന്റെ സ്ഥിതി എന്താവും തിരിച്ചു ചോദിക്കുന്നത്. ഹരേ കൃഷ്ണ. അതാണ് അതിന്റെ ഫണ്ടാസ്റ്റിക് ആൻസർ, സ്പോണ്ടേനിയസ് ആൻസർ. ശിലപ്രഭുപാദരുടെ സ്റ്റേറ്റ്മെന്റിനെ ഒരിക്കലും ആർക്കും ഖണ്ഡിക്കാൻ പറ്റത്തില്ല. ഒരു പ്രാവശ്യം പ്രഭുപാദരുടെ ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. അങ്ങ് പറയുന്നു ഭഗവാൻ എല്ലാം കൊടുക്കണം, ഇത് അദ്ദേഹം കഴിക്കുമോ? എന്താ ഉറപ്പെന്ന് ചോദിച്ചു. പ്രഭുപാദർ പറഞ്ഞത്, ഭഗവാൻ പറഞ്ഞിരിക്കുന്നു എനിക്കത് നിവേദിക്കണമെന്നുള്ളത്. ഇത് ഭഗവാൻ പറഞ്ഞതാണ്. അപ്പൊ ഞാൻ വിശ്വസിക്കേണ്ടത് നീ പറഞ്ഞതാണോ ഭഗവാൻ പറഞ്ഞതാണോ? എനിക്ക് വിശ്വാസയോഗ്യമായിട്ടുള്ളത് കൃഷ്ണൻ പറഞ്ഞതാണ്, നീ പറഞ്ഞതല്ല. ഇത്രയും ഉള്ളു കാര്യം. നമ്മുടെ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഇന്നലത്തെ മെനങ്ങാത്ത പത്രത്തിൽ വായിച്ചു, 10 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ മത്സ്യവിഭാഗത്തിൽപ്പെട്ട ഒരു മത്സ്യത്തെ, അല്ലെ രാജീവ് പ്രഭു വായിച്ചോ? തല കുലുക്കുന്നുണ്ട്. വായിച്ചു അല്ലെ? കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് വിഷയം. 10 കോടി വർഷത്തിന് മുമ്പെന്നുള്ളതാണ് പറഞ്ഞത്. ഇവിടെ ശാസ്ത്രജ്ഞന്മാര് 2000-3000 വർഷം ചരിത്രം മാത്രമേ പറയുന്നുള്ളൂ. ഇപ്പോഴും പറഞ്ഞുകൊണ്ട് കിടക്കുകയാണ് 3000 വർഷം 4000 വർഷത്തിൽ കൂടെ അപ്പുറത്തോട്ടൊന്നും പോകാൻ പറ്റത്തില്ല അവർക്ക്. ഇവിടെ വീണ്ടും വിളിച്ചു പറഞ്ഞിരുന്നത് 10 കോടി വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരിക്കുന്ന വർഗത്തിൽപ്പെട്ടതാണ് ഈ മത്സ്യം എന്നുള്ളത്. എന്താ അതിന്റെ അർത്ഥം? ഭാഗവതം ശരിയാണ് എന്നുള്ളത്. കോടാനുകോടി വർഷങ്ങളെ പറ്റിയുള്ള ചരിത്രമാണ് ഭാഗവതം പറയുന്നത്. ആ കോടാനുകോടികളെ ചുരുക്കി ഷോർട്ടായിട്ട് പറയുന്നതാണ് യുഗങ്ങൾ എന്ന് പറയുന്നത്. ഏതിനും നമ്മൾ ഷോർട്ട് കണ്ടെത്തുമല്ലോ. അപ്പം കോടാനുകോടി വർഷങ്ങളെ പറ്റിയുള്ള പൗരാണികമായ ചരിത്രമാണ് ശ്രീമദ് മഹാഭാഗവതം. ആ ചരിത്രത്തെക്കുറിച്ച് ഭഗവാന്റെ വായിൽ നിന്ന് വന്നിരിക്കുന്നതാണ് ഭഗവത്ഗീത. തീർച്ചയായും വിശ്വസിക്കാം, യാതൊരു സംശയവുമില്ല. അത് എപ്പോഴും വിശ്വസനീയ യോഗ്യമാണ്. അപ്പം ഭഗവത്ഗീതയോ ഭാഗവതമോ കാലത്തിനനുസരിച്ചിട്ട് വാക്കുകൾ മാറുന്നില്ല. അതേസമയം വാക്കുകൾ മാറുന്നത് ഇവിടുത്തെ ശാസ്ത്രജ്ഞർക്കാണ്. അതാണ് കാലം തെളിയിച്ചു കൊണ്ടിരിക്കുന്നത്. ഹരേ കൃഷ്ണ. അപ്പൊ പൂർണ്ണമായ കൃഷ്ണ അവബോധത്തിൽ ശുകദേവ ഗോസ്വാമി പോലും ആക്ച്വലി ആദ്യം പിറന്ന ഉടനെ പോകുന്നത് അദ്വൈത സിദ്ധാന്തവുമായിട്ടാണ് പോകുന്നത്, പരബ്രഹ്മത്തോട്ടാണ് പോകുന്നത്. അവസാനം ഭഗവാനെ കേട്ടിട്ട് അവിടെ സ്ട്രക്ക് ചെയ്യുകയാണ്. എന്നിട്ട് ശുകദേവ ഗോസ്വാമി തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. എന്നിട്ട് വ്യാസമഹർഷിയിൽ നിന്ന് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. ഭാഗവത്തിലൂടെ പോകുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ വ്യാസമഹർഷിയേക്കാൾ
വലിയ ഒരു ശ്രേഷ്ഠനായ ആചാര്യനായി സുഖദേവ ഗോസ്വാമി മാറി. അപ്പൊ സുഖദേവ ഗോസ്വാമിയും ശൗനകാദി മഹർഷികളെയും പോലുള്ളവർ ചെയ്യുന്ന കാൽപ്പാടുകളെയാണോ നമ്മൾ പിന്തുടരേണ്ടത്? അതോ ഇന്ന് ഇവിടെ പറയുന്ന അഭിനവ നിരാകാരവാദികൾ, ബുദ്ധിവാദികൾ ഇവരെയാണോ പിന്തുടരേണ്ടത് എന്നാണ് പ്രഭുപാദര് വീണ്ടും ചോദിക്കുന്നത്. ഇവിടെ പറയുന്നു, അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? അതിനാൽ ഭക്തൻ കൃഷ്ണന്റെ ആദിമവും ശാശ്വതവുമായ രൂപത്തിൽ മനസ്സൂന്നണം. കൃഷ്ണന്റെ പരമപ്രഭാവത്തിൽ ദൃഢവിശ്വാസത്തോടെ സേവന കർമ്മങ്ങളിൽ ഏർപ്പെടണം. കൃഷ്ണനെ ആരാധന ഉതകുന്ന ക്ഷേത്രങ്ങൾ ഇന്ത്യയിൽ 100,000-കണക്കിനുണ്ട്. അവിടെയെല്ലാം ഭക്തി സേവനവും നടക്കുന്നു. അത്തരം സന്ദർഭങ്ങളിൽ കൃഷ്ണന് പ്രണാമം സമർപ്പിക്കണം. വിഗ്രഹത്തിന് മുന്നിൽ തല കുനിക്കണം. തന്റെ ശരീരത്തെയും മനസ്സിനെയും കർമ്മങ്ങളെയും എല്ലാം കൃഷ്ണ അർപ്പണമായി തീർക്കുകയും വേണം. നിവേദ് ശ്ലോകം ഓർമ്മയുണ്ടോ? എന്ത് ചെയ്യുന്നുവോ, എന്ത് കഴിക്കുന്നുവോ, എന്ത് ഭക്ഷിക്കുന്നുവോ? ഏതാ ശ്ലോകം? അനവദ്യ, വിസ്മയ. വിസ്മയ എവിടെ പോയോ? യത്കരോഷി യദസ്നാസി. വിദ്യാജി പറയാൻ പറ്റുമോ ശ്ലോകം? യത്കരോഷി യദസ്നാസി. പറയാൻ പറ്റും. ഒന്ന് ശരിക്കും ആലോചിച്ചോട്ടെ. യത് കരോഷി യത് അസ്നാസി യജ്ജു ഹോഷി ദദാസി യത് യത് തപസ്യാസി കൗന്തേയ യത് കുരുസ്വ മദ് അർപ്പണം. തപസ്യസ്യ കുരുഷമതർപ്പണം. നീ എന്ത് പ്രവർത്തിക്കുന്നുവോ, നീ എന്ത് ഭക്ഷിക്കുന്നുവോ, നീ എന്ത് ദാനം ചെയ്യുന്നുവോ അന്ന് എനിക്ക് വേണ്ടി ചെയ്യണം. കൃത്യമാണ് ഇൻസ്ട്രക്ഷൻ. ഒരിക്കലും മാനുവൽ റോങ് ആവാറില്ല. ഒരു ഇൻസ്ട്രുമെന്റിന്റെയും മാനുവൽ റോങ് ഡയറക്ഷൻ കൊടുക്കാറില്ല. ഒരു ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ അതിനൊരു മാനുവൽ ഉണ്ടായിരിക്കും. ആ മാനുവല് അതിനെ ട്രൂ ഡയറക്ഷനിൽ ഓപ്പറേഷൻ ചെയ്യാനുള്ളതായിരിക്കും. ഒരിക്കലും മാനുവല് നോ റോങ് ഇൻഫർമേഷൻ കൊടുക്കാറില്ല. അതാണ് ആദ്യം ഇതം പ്രഥമമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ലൈഫ് മാനുവലാണ് ഭഗവത്ഗീത. ഒരു മാനുവൽ റോങ് ഇൻഫർമേഷൻ കൊടുക്കാറില്ല. അത് ട്രൂ ഇൻസ്ട്രക്ഷൻ ആണ്, ട്രൂ ഓപ്പറേഷൻ പ്രോസസ് ആണ്, ട്രൂ ഗൈഡ് ലൈൻ ആണ്, ട്രൂ സൊല്യൂഷൻ ആണ് തരുന്നത്. അതുപോലെ അപ്പോൾ അങ്ങനെയായിരിക്കെ ജീവിതത്തിന്റെ മാനുവൽ ഭഗവത്ഗീതയാണെങ്കിൽ അത് തീർച്ചയായിട്ടും നമുക്ക് വിശ്വസിക്കാം ട്രൂ ഇൻസ്ട്രക്ഷൻ ആണ് തരുന്നത്. അത് ട്രൂ ഗൈഡ് ലൈൻ ആണ് തരുന്നത്. ഇത്ര മാത്രമേ ഉള്ളൂ. ഹരേ കൃഷ്ണ. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും വാദ പ്രതിവാദങ്ങൾ പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാം. ജയപ്രകാശ് പ്രഭു. ഹരേ കൃഷ്ണ. ഒരാക്ഷേപമില്ല, ഒരഭിപ്രായമില്ല, ഒന്നുമില്ലേ? ഹരേ കൃഷ്ണ. എന്തെങ്കിലും ഒന്ന് പറയൂ. വിളിച്ചോടുക. അഥവാ ക്ലാസ് എടുക്കണമെന്ന് പറഞ്ഞാലോ എന്നൊരു സംശയമുണ്ട്. എന്തെങ്കിലും ഒന്ന് പറയൂ. ഇന്ദ്രിയ നിഗ്രഹത്തെ സ്വായത്തമാക്കി ജീവിതം ഭഗവാനിൽ അർപ്പിച്ച് സന്തോഷകരമായ ജീവിതം കൈവരിക്കുക, ആനന്ദകരമായ ജീവിതം കൈവരിക്കുക. തീർച്ചയായിട്ടും. ഹരേ കൃഷ്ണ. ചെറിയ പോയിന്റ്, പക്ഷേ വിശാലമായ അർത്ഥം. ഹരേ കൃഷ്ണ. ഓക്കെ, ഇനി അടുത്തത് പറയൂ. ജയലക്ഷ്മി മഹാരാജി. പ്രഭു ഒന്നും പറയാനില്ല. എല്ലാരും പറയുന്ന കേട്ടിട്ട് ചിലപ്പോ ഇനി വല്ലതും പറയാനുണ്ടെങ്കിൽ ഞാൻ പറയാം. ഓക്കെ ഓക്കെ ഓക്കെ, ശരി. വിദ്യാജി. എനിക്ക് പറയാനുണ്ട്. ഒന്ന് ഇപ്പൊ പറഞ്ഞത് 9:27 ഭഗവത്ഗീത 9:27. ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞ ഡിസ്കസ് ചെയ്ത ശ്ലോകം അതിൽ 9:27. അല്ല, ഏത് 9:27 എന്നുള്ളത് ഏത് ശ്ലോകമാ പറഞ്ഞത്?
നമ്മളിപ്പോ പറഞ്ഞില്ലേ നമ്മള് ഓഫർ അത് നമ്പർ 1. നമ്പർ 2 ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ അംബാരിഷ മഹാരാജാവിന്റെ സ്റ്റോറി ഞാൻ അതിൽ കൂടി ഒന്ന് നോക്കി. അപ്പൊ നോക്കിയപ്പോ അതിനൊരു പാരലൽ ആയിട്ടൊരു സ്റ്റോറി ഉണ്ട്. ആ കിങ്ങിന്റെ പേരാണ് കിങ് ഹരിശ്ചന്ദ്ര, രാജാ ഹരിശ്ചന്ദ്ര. അതെ. അപ്പോ ജസ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതിലൊരു ഒരു ഒരു സിമിലർ സ്റ്റോറിയാണ്. രാമായണത്തിലാണ് രണ്ടും വരുന്നത്. അതായത് ഹരിശ്ചന്ദ്ര മഹാരാജാവ് വശിഷ്ഠ മുനിയുടെ ഫേവറേറ്റ് ആയിരുന്നു, സത്യം മാത്രം പറയുന്ന ഒരു ഇത്. പക്ഷെ അതിലൊരു കമ്പാരിസൺ ഉണ്ട്, ഒരു സിമിലാരിറ്റി ഉണ്ടായിരുന്നു ഒരു സ്റ്റോറിയിൽ. അപ്പൊ സമയം കിട്ടുമ്പോ താങ്കൾ അതിൽ ഒന്ന് നോക്കിയാല് നല്ലതായിരുന്നു. നോക്കിക്കൊണ്ടുവരൂ, നമുക്ക് പറയാം. ഓക്കെ, ശരി. നിവേദ്, എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് ഉണ്ട്. യെസ്, സിമിലാരിറ്റീസ് ബിറ്റ്വീൻ സയൻസ് ആൻഡ് ഭഗവത്ഗീത. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് ഈസ് അബൌട്ട് ക്വാണ്ടം തിയറി ഓഫ് കോൺഷ്യസ്നെസ്. ഫുൾ സയന്റിഫിക് ടേം ആണ്, പക്ഷേ എവറിത്തിങ് മെൻഷൻഡ് ഇൻ ദിസ് തിയറി ഈസ് ഇൻ ഭഗവത്ഗീത. ഒരിതുമില്ല, ഒരു ഡിഫറൻസും ഇല്ല. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഈ ക്വാണ്ടം തിയറി ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ലൈക്ക് രണ്ട് അമേരിക്കൻസ്, ഒരു അമേരിക്കൻ ഒരു ബ്രിട്ടീഷ് സയന്റിസ്റ്റ്, യൂറോപ്യൻ സയന്റിസ്റ്റ്. ആദ്യത്തെ ആളുടെ പേര് ഡോക്ടർ സ്റ്റുവർട്ട് ഹാമറോഫ്, രണ്ടാമത്തെ ആളുടെ പേര് സാർ റോജർ പെൻറോസ്. ഫേമസ് സയന്റിസ്റ്റ് ആണ്, മാത്തമാറ്റീഷ്യൻസും ആണ്. ഇവര് എന്ന് വെച്ചാൽ മരിക്കാൻ പോകുന്ന ഒരാളുടെ എക്സ്പെരിമെന്റ് ചെയ്തു, ഫുൾ ടെസ്റ്റ് ചെയ്തു. ഒരാള് മരിക്കാൻ നേരത്ത് അവരുടെ മരിക്കുന്ന സമയത്ത് അവരുടെ ബ്രെയിൻ സെൽസിനകത്ത് ഒരു പാർട്ടുണ്ട്, സൈറ്റോപ്ലാസത്തിനകത്ത് ഒരു പാർട്ടുണ്ട്, മൈക്രോ ട്യൂബിൾസ്. ഈ മൈക്രോ ട്യൂബിൾസിൽ നിന്ന് ഒരു റിയലി കൺസർവേറ്റഡ് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് എനർജി എൻവയോൺമെന്റിലോട്ട് റിലീസ് ആവുന്നുണ്ട്. ഈ സ്പെഷ്യൽ എനർജി ഒരു അൺഡിഫൈൻഡ് ഫോഴ്സ് ആണ്. ഇത് എൻവയോൺമെന്റിലോട്ടാണ് പോകുന്നത്, പക്ഷെ ബാക്കിയെല്ലാം തന്നെ ഡിസോൾവ് ചെയ്യാൻ ബോഡി തന്നെ സ്റ്റേ ചെയ്യുന്നുണ്ട്, പക്ഷെ ഇത് എൻവയോൺമെന്റിലോട്ട് പോകുന്നു. ഇനി ഞാൻ ഭഗവത്ഗീതയുടെ ഇതിൽ വരാം. വാസാംസി ജീർണാനി യഥാ വിഹായ അന്യാനി സംയാതി നരൂപരാണി തഥാ ശരീരാനി വിഹായ ജീർണാനി അന്യാനി സംയാതി നരൂപരാണി. As a person puts on new garments, giving up the old ones, the soul similarly accepts new material bodies, giving up the old and useless ones. ഈ സ്പെഷ്യൽ എനർജി അക്കോർഡിംഗ് ടു സയന്റിസ്റ്റ്, അക്കോർഡിംഗ് ടു ഗീത, വേറെ ബോഡിയിലോട്ട് പോകും, അവിടെ ഡിപ്പോസിറ്റ് ചെയ്യും, അവിടെ അപ്പൊ വേറെ ലൈഫ് ഇതാവും. കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്, ആത്മാവ് ഒരിക്കലും മരിക്കുന്നില്ല, ആത്മാവ് അവരുടെ ബോഡി ചേഞ്ച് ചെയ്യുന്നു. ജസ്റ്റ് ലൈക്ക് വാട്ട്സ് മെൻഷൻഡ് ഇൻ സയൻസ്, ഈ എനർജി മരിക്കുന്നില്ല, ഇറ്റ് ഗോസ് ഓൺ ടു അതർ ബോഡി. അപ്പൊ ക്രിട്ടിക്സ് ചെയ്യും, എന്തുകൊണ്ട് എനർജി മരിച്ചുകൂടാ, ഇറ്റ് ക്യാൻ ബി ഡിസ്ട്രോയിഡ്. അപ്പോഴും സയൻസ് തന്നെ ഒരു എക്സ്പ്ലനേഷൻ തരുന്നുണ്ട്. വില്യം റാങ്കൈൻ എന്ന് പറഞ്ഞൊരു സയന്റിസ്റ്റ് 1850 ഒരു ചെറിയൊരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്, ഒരു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. എനർജി ക്യാൻ നെയ്തർ ബി ഡിസ്ട്രോയിഡ് നോർ ക്രിയേറ്റഡ്. എന്ന് വെച്ചാൽ എനർജി ഒരിക്കലും നശിപ്പിക്കാൻ പറ്റില്ല, എനർജി ഒരിക്കലും ഉണ്ടാകുന്നുമില്ല. ഇറ്റ്സ് ദെയർ ഫോർ ദ ഹോൾ ടൈം. ആത്മാവിനെ പോലെ തന്നെ ആത്മാവ് ഒരിക്കലും മരിക്കുന്നില്ല, ആത്മാവിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ്സ് ദെയർ ഫോർ ദി ഹോൾ ടൈം. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു. Hi, I would like to add something onto this. You told about quantum theory of consciousness, which has been also upheld by Albert Einstein. Okay, Anneram, it was a controversial claim, and after that, recently, that is 2011, Robert Lanza and Varna scientist, he also put forward the same theory. And there is a Bhagavad Gita which also claims the same thing. It is not claiming the same thing. It is already mentioned in the Bhagavad Gita, where they are right now, scientifically they are making studies. And this Bhagavad Gita quote that you are taking from is 222. Bhagavad Gita 222 about quantum theory of consciousness. Hare Krishna. Hare Krishna. Thank you, Nivedh. Hare Krishna. Hare Krishna. Vidyaji, thanks for the support to Nivedh. Hare Krishna. അപ്പം ഇതെല്ലാം എന്താണ് സാംശീകരിക്കുന്നത്? എന്താണ്
നമ്മുടെ സിദ്ധാന്തങ്ങൾ സത്യമാണ് എന്ന്. അപ്പൊ ഒന്നേ ബാക്കിയുള്ളൂ. എന്താണ് ബാക്കി? ബാക്കി എന്താണ്? എന്റെ കാര്യം പറയുകയാണെങ്കിൽ ഐ തിങ്ക് ആഫ്റ്റർ ഓൾ ദി ഡിസ്കഷൻസ് മനുഷ്യന് എന്താ ബേസിക് ആയിട്ട് വേണ്ടത്? മനസ്സിൽ ഭക്തി വേണം. ഇതെല്ലാം കഴിഞ്ഞാലും വെദർ വി ആർ ഡൂയിങ് അവർ ഡ്യൂട്ടി we should have the basic bhakti, the quality of bhakti in each of us. ഭക്തിക്ക് മുമ്പായിട്ട് നമുക്ക് വേണ്ടത് ആദ്യം ഭഗവാനെ സ്നേഹിക്കാൻ പഠിക്കണം. ഭഗവാനുമായിട്ടൊരു സ്നേഹം നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യണം. ഒരു കാമുകന്മാര് എങ്ങനെയാണോ അവരുടെ സ്നേഹപ്രകടനം കൊണ്ടുപോകുന്നത്, അതുപോലെയോ അതിലുപരിയോ ഒരു സ്നേഹം ഭഗവാനുമായിട്ട് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യണം. ആ സ്നേഹം എസ്റ്റാബ്ലിഷ് ചെയ്തെങ്കിൽ മാത്രമേ ശരിയായ ഭക്തിയിലോട്ടും അതുവഴി ശരിയായ വിശ്വാസത്തിലോട്ടും പോവുകയുള്ളൂ. വിശ്വാസം എന്ന് പറയുന്നത് വെറും ബേഡല്ല. നോളജ് കൊണ്ട് വിശ്വാസമാവില്ല. ഞാൻ ഇതൊക്കെ വായിച്ചിട്ടുണ്ട്, എനിക്കിതെല്ലാം അറിയാം. പക്ഷേ അത് വിശ്വാസത്തെ സാധൂകരിക്കുന്നില്ല. ഇതൊക്കെ എനിക്കറിയാം, പക്ഷെ അത് വിശ്വാസവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവന് അറിവ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അതിനെപ്പറ്റി അടുത്ത ആഴ്ച നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം സിമ്മി, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പറയൂ. എനിക്ക് 2-3 കാര്യങ്ങളോട് ആഡ് ചെയ്യാനുണ്ട്. ഓക്കെ, ഇത് not related to Bhagavad Gita, but in the experience after joining. So first ഇപ്പൊ റീസെന്റ് ആണ്, ലാസ്റ്റ് വീക്കിൽ എനിക്ക് വേണ്ടി പ്രേ ചെയ്തു 108 16 ടൈംസ് ചെയ്യാൻ വേണ്ടി. ഞാൻ അത് തേഴ്സ്ഡേ കംപ്ലീറ്റ് ചെയ്തു. അതൊരു നല്ലൊരു ഫീലിംഗ് ആണ്. താങ്ക് യു. പിന്നെ 3 weeks ബാക്ക് ഒരു ദിവസം എന്താ സംഭവിച്ചത്, ഈ നമ്മുടെ ഈ വീക്കെൻഡ് ക്ലാസ്സസിന് വേണ്ടി ഞാൻ ആദ്യമേ ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ ജോയിൻ ചെയ്യായിരുന്നു. പിന്നെ അത് സാറ്റർഡേസ് ആക്കി. പിന്നെ നോക്കിയപ്പോ വീട്ടിലെ സിറ്റുവേഷനും സാഹചര്യങ്ങളും എല്ലാം കൂടി എനിക്ക് മിക്സപ്പ് ആയിട്ട് എനിക്ക് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ ഒരു ദിവസം വൈകുന്നേരം ഇങ്ങനെ വിചാരിച്ചു, ഇല്ല ഞാൻ ഇനി മല്ലാൽ പ്രഭുനോട് പറയാൻ പോവാ, എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ടീസ്, എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അറ്റ് ദ സെയിം ടൈം എനിക്ക് ഭയങ്കര വിഷമം, എനിക്കത് കണ്ടിന്യൂ ചെയ്യണം. ബിക്കോസ് അത് ഇങ്ങനെ ഈ ഒരു ക്ലാസ്സസ് ജോയിൻ ചെയ്തതിനു ശേഷം എനിക്ക് തന്നെ കുറെ പീസ്ഫുൾ എക്സ്പീരിയൻസ് ആയിട്ടുണ്ട്. സോ അന്ന് ഞാൻ വിഷമത്തോടെ പിന്നെ ലേറ്റ് ആയിട്ട് ജോയിൻ ചെയ്തു. അപ്പൊ അന്ന് ജോയിൻ ചെയ്തപ്പം 3 weeks ബാക്ക് ആണ്. അപ്പൊ അന്ന് ഗ്രൂപ്പില് മെമ്പേഴ്സ് കുറവായിരുന്നു. അപ്പം ഓരോരുത്തർ ചോദിച്ചു എന്ത് പറ്റിയെന്ന്, ആൾക്കാർ കൂട്ടില്ലല്ലോ എന്താണ്. അപ്പം മല്ലാർ പ്രഭു കുറെ എക്സ്പ്ലനേഷൻ കൊടുത്തു അതിനു വേണ്ടി. അതിനുശേഷം ഒരു കാര്യം ഒരു എന്താ പറയുക ഒരു ഡയലോഗ് മതി പറയും, അത് എക്സ്പ്ലെയിൻ ചെയ്തു. വിച്ച് ഇസ് ഓൾ അബൌട്ട് ലൈക്ക് നമ്മളെ ഭഗവാനാണ് ഈ ഒരു പാത്തിലേക്ക് കൊണ്ടുവരുന്നത്. സോ ഇറ്റ്സ് നോട്ട് യുവർ ചോയ്സ്, ഇറ്റ്സ് ഗോഡ്സ് വിഷ് ദാറ്റ് നമ്മൾ ചോദിച്ച ആൾക്കാരാണ്, അത് കാരണം നമ്മൾ ഈ പാത്തിലേക്ക് ഈ ജേർണി കണ്ടിന്യൂ ചെയ്യുന്നത്. ആ ഒരു ഫുൾ ലെക്ചർ അത് ആക്ച്വലി എനിക്ക് തോന്നുന്നത് എനിക്ക് വേണ്ടിയായിരുന്നു എന്ന്. ഞാൻ ആ മനസ്സുകൊണ്ടുള്ള ആ സ്ട്രഗിൾ, ഞാൻ വേണ്ട പോണോ വേണ്ട എന്നുള്ള ആ ഒരു ഡിലിമയില് ബേസിക്കലി ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തതിനു ശേഷം ഇറ്റ് വാസ് വെരി ക്ലിയർ, വാട്ട് എവർ ഹാപ്പൻസ് ഇനി യു ഹാവ് ടു ഗോ. സോ അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. സോ ദിസ് 2 things മെയിൻലി എന്റെ മനസ്സിൽ വന്നു. സോ ഐ തോട്ട് ഈ ക്ലാസ് എന്താ ഞാൻ ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു. താങ്ക് യു. ഹരേ കൃഷ്ണ. താങ്ക് യു. നല്ല എക്സ്പീരിയൻസ്, നല്ല ഫീലിങ്സ്, വളരെ പോസിറ്റീവ് അപ്രോച്ച്. ഭഗവാൻ എപ്പോഴും കൂടെ ഉണ്ടായിരിക്കട്ടെ. എല്ലാ അനുഗ്രഹങ്ങളും ഭക്തിയിലേക്കുള്ളത്, പുരോഗമനത്തിലേക്കുള്ളത്, എല്ലാ കാര്യങ്ങളും എപ്പോഴും ഭഗവാൻ കൂടെ ഉണ്ടാകട്ടെ. ഹരേ കൃഷ്ണ. ജയലക്ഷ്മി മാതാജി, വീണ്ടും ഞാൻ വരികയാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞത് ഗുരുവിന് ഉണ്ടായ കൃഷ്ണ ദർശനത്തെ പറ്റി പറയാനാണ്. പക്ഷെ പ്രഭു അത് ഞാൻ പ്രിപ്പയർഡ് ആയില്ല, കാര്യം ഒരുപാട് തിരക്കായിരുന്നു ഈ ഒരാഴ്ച മൊത്തം. പകരം ഞാൻ വേറൊരു കാര്യം പറയാം. അതായത് അബൌട്ട് ഭഗവത്ഗീത സെർച്ച് ചെയ്തപ്പോഴത്തേക്ക് കുറച്ച് നോളജ് കിട്ടി, അതിവിടെ ഷെയർ ചെയ്യണമെന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ പറയാം. ഓക്കെ, കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ എനിക്ക് സെർച്ച് ചെയ്തപ്പോ എന്റേതായ രീതി സെർച്ച് ചെയ്തപ്പോ കിട്ടിയതാണ്. പറയാമല്ലോ അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ അബൌട്ട് ഭഗവത്ഗീത, ഭഗവത്ഗീതയെ പറ്റി പറയുമ്പോൾ മഹാഭാരതത്തെ പറ്റി ആദ്യം നമുക്ക് പറയേണ്ടതുണ്ട്. മഹാഭാരതം എന്നാൽ നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഭാരതത്തിലുണ്ടായ വലിയൊരു ഇതിഹാസമാണ്. ഇതിഹാസം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയായിരിക്കും അല്ലെ, എപ്പിക്. അപ്പൊ മഹാഭാരതവും
അപ്പൊ മഹാഭാരതവും രാമായണവും ആണ് നമ്മുടെ നാട്ടിൽ ഉണ്ടായ വലിയ രണ്ട് ഇതിഹാസങ്ങൾ എന്നാണ് പറയുന്നത്. അതുപോലെ ഗ്രീക്കിലൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്, ഇലിയഡ്, ഒഡീസി അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതുപോലെയുള്ള ഒരു ഇതിഹാസമാണ്, അതായത് ഭാരതത്തിലെ ഏറ്റവും വലിയ ഇതിഹാസമാണ് മഹാഭാരതം. അപ്പൊ ഇതിഹാസം എന്നാൽ എന്താണ്, അതിന് എന്താണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സോ ഇറ്റ് വെരിലി ഹാപ്പൻഡ്, അത് സംഭവിച്ച കാര്യമാണ് ഇതിഹാസം എന്ന് പറയുന്നത്. അപ്പം അതായത് എഴുതുന്ന ആളുടെ മുമ്പിൽ വെച്ച് തന്നെ നടന്ന സംഭവമാണ് ഇതിൽ പറയുന്നത്. അപ്പൊ എന്ന് വെച്ചാൽ സംഭവിച്ച കാര്യമാണ്. ഒരുപക്ഷെ എഴുതിയ ആളും അതിനകത്തെ ഒരു കഥാപാത്രം ആകാം. അപ്പം വാൽമീകി രാമായണത്തിലും വ്യാസൻ മഹാഭാരതത്തിലും കഥാപാത്രമായിരുന്നു, അത് നമുക്കറിയാം. എന്ന് പറയുന്ന പോലെ ഇതിഹാസം എന്ന് പറഞ്ഞാൽ സോ ഇറ്റ് വെരിലി ഹാപ്പൻഡ്. ലോകത്തിലുള്ള എല്ലാ ഇതിഹാസത്തിൽ വെച്ച് നോക്കിയാലും ഏറ്റവും വലിയ ഇതിഹാസമാണ് മഹാഭാരതം. ഈ മഹാഭാരതം പല പല കാണ്ഡങ്ങളായിട്ട് മുറിച്ചു വെച്ചിട്ടുണ്ട്. ഇതിൽ 18 കാണ്ഡങ്ങളായിട്ടാണ് മുറിച്ചു വെച്ചിരിക്കുന്നത് ഈ മഹാഭാരതം. പ്രഭു ശരിയല്ലേ? ശരിയല്ലേ പ്രഭു? അതെ. ഓക്കെ. മഹാഭാരതത്തെ പറ്റി പറയുമ്പോൾ സുഷിം പറയും എത്ര കാണ്ഡം ഉണ്ടെന്ന്. സുഷിം പ്രഭു കറക്റ്റ് ആണോ ഞാൻ പറയുന്നത്? നോളജ് ആണ് പ്രഭു, അപ്പൊ കറക്റ്റ് ആണ് ഉറപ്പില്ല. അതല്ലേ? ഓക്കെ. 18 കാണ്ഡങ്ങളായിട്ട് മുറിച്ച് ഓരോ കാണ്ഡത്തിലും ഓരോ പർവ്വങ്ങൾ എന്നാണ് പറയുന്നത്. ഓരോ കാണ്ഡത്തിനെ നമ്മൾ പറയുന്ന ഓരോ പർവ്വങ്ങൾ എന്നാണ് അല്ലെ? അതായത് മഹാഭാരതത്തിൽ 18 പർവ്വങ്ങളും മഹാഭാരതത്തിൽ സ്കന്ധങ്ങൾ എന്നുമാണ് പറയുന്നത്. ശരിയാണോ എന്നറിയില്ല. പർവ്വവും സ്കന്ധവും 18 പർവ്വങ്ങളും പല പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. ആദിപർവം, സഭാപർവം, വാനപർവം, വിരാടപർവം, ഉദ്രോഗപർവം. 6ാമത്തേതാണ് ഭീഷ്മപർവം. അതിലാണ് ഭീഷ്മപർവത്തിലെ 122ാമത്തെ ചാപ്റ്ററിലെ ആണ് 25 മുതൽ 48 വരെയുള്ള 18 അധ്യായങ്ങളാണ് ഭഗവത്ഗീതയായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അതായത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണോ? ബോറിംഗ് ആണോ എന്തോ? 18 പർവ്വമാണ് ഭീഷ്മപർവം. ഓക്കെ, പറഞ്ഞോളൂ. അപ്പം അതായത് 122 ഭീഷ്മപർവത്തില്, അതായത് മഹാഭാരതത്തിലെ ഭീഷ്മപർവത്തില് 122ാമത്തെ ചാപ്റ്ററില് 25 മുതൽ 42 വരെയുള്ള 18 അധ്യായങ്ങളാണ് നമ്മൾ ഭഗവത്ഗീതയായിട്ട് കാണുന്നത്. യുദ്ധം തുടങ്ങുമ്പോൾ ഭീഷ്മരെയാണ് കമാൻഡർ ആയിട്ട് അതിൽ വെച്ചേക്കുന്നത്. തുടക്കം യുദ്ധമാണല്ലോ പറയുന്നത്. 10ാമത്തെ ദിവസം ഭീഷ്മർ വീഴും. ഈ 10 ദിവസത്തെയാണ് ഭീഷ്മപർവം എന്ന് പറയുന്നത്. അതിനുശേഷം ദ്രോണാചാര്യ എടുക്കും. പിന്നെയുള്ള പർവ്വതത്തെ ദ്രോണപർവം എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് ഭഗവത്ഗീത നമ്മൾ സയന്റിഫിക്കലി നോക്കിയാൽ ഇതൊരു ഭക്തി അല്ല പറഞ്ഞിരിക്കുന്നത്, ഇതൊരു പ്രഭു ഭക്തി. ഇത് ഞാൻ സെർച്ച് ചെയ്തപ്പോ കിട്ടിയാണ് ഭക്തി ആണെന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ ഇതില് സയന്റിഫിക്കലി പറയുന്ന ഒരു കാര്യം പറയുന്നതേ ഉള്ളൂ. ഇതൊരു ഭക്തിയല്ല പറയുന്നത്, ഇതൊരു പുരാണ ടെക്സ്റ്റും അല്ല. ഇതൊരു ഭക്തിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. യുക്തിക്കാണ് കൂടുതലും പ്രാധാന്യം കൊടുക്കുന്നത്. ലോജിക് അല്ലെങ്കിൽ കോമൺ സെൻസ്. ഇതൊരു ഉപദേശമാണ് ശരിക്കും പറയുന്നത്. ആർക്കും എന്ത് ഉപദേശമാണ്? അതായത് വിഷാദത്തിലുള്ള പ്രശ്നം നേരിടുന്ന ഒരാൾക്കുള്ള ഉപദേശമാണ് ഭഗവത്ഗീതയിൽ പറയുന്നത്. ആർക്ക് ഉപദേശം കൊടുക്കുന്നു? ഉപദേശം കൊടുക്കാൻ കഴിവുള്ള ആളാണ് ഇവിടെ ഉപദേശിക്കുന്നത്. ആർക്കാണ് കിട്ടുന്നത്? അതായത് ഉപദേശം വേണ്ടുന്ന ആൾക്ക് തന്നെയാണ് ഇവിടെ ഉപദേശം കൊടുക്കുന്നത്. ഇവിടെ ഉപദേശം വേണ്ടത് ആർക്കാണ്? അർജുനനാണ്. അർജുനൻ ഒരു വില്ലാളി വീരനാണ്. പക്ഷെ എവിടെയോ അർജുനന് ഉപദേശം വേണ്ടതെന്ന് യുദ്ധം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പാണ് അർജുനന് ഉപദേശം കൊടുക്കുന്നത്. ഏറ്റവും വലിയ വില്ലാളി വീരനായ അദ്ദേഹം യുദ്ധം വേണ്ട എന്ന് പറഞ്ഞ് അവിടെ ഡിപ്രസ്ഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു അവസരം വരുന്നുണ്ട്. അപ്പൊ ഏതൊരു മനുഷ്യന്റെയും ജീവിതത്തിൽ സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് അവിടെ അർജുനന് എത്ര വലിയ സ്ട്രോങ് ആയിരുന്നാലും ചില സമയത്ത് നമ്മുടെ ലൈഫില് അടിപെട്ട് വീഴാൻ പോകുന്ന അവസരങ്ങൾ കാണും. അപ്പൊ അവിടെ ഭഗവാൻ വന്ന് ആണ് ഉപദേശിക്കുന്നത്. അവിടെ ഗുരുവായിട്ട് അല്ലെങ്കിൽ ടീച്ചറായിട്ട് വരുന്നത് കൃഷ്ണനാണ്. ഭഗവത്ഗീത ഒരു ബുക്കിനെ നമുക്കൊരു മാനേജ്മെന്റ് ബുക്കായിട്ടോ അല്ലെങ്കിൽ ഒരു ക്രൈസിസ് സോൾവ് ചെയ്യുന്ന ഒരു ബുക്കായിട്ടോ നമുക്ക് അതിനെ എടുക്കാം സയന്റിഫിക്കലി നോക്കുകയാണെങ്കിൽ. അപ്പം പ്രശ്നമുള്ള ആൾക്കാണ് ഉപദേശം കൊടുക്കുന്നത്. ഇത് ഏത് പ്രശ്നമുള്ള ആൾക്കും പ്രയോജനം ചെയ്യുന്ന രീതിയാണെന്നുള്ളതാണ് ശ്രേഷ്ഠം. പിന്നെ കുറച്ചുകൂടെ ഉണ്ട് പ്രഭു, അങ്ങോട്ട് ഞാൻ പോകുന്നില്ല. ഇത്രയും ഞാൻ നിർത്താൻ വിചാരിക്കുന്നു. കുഴപ്പമില്ല. ഇത് അല്ല, എനിക്ക് ഇതിലൊരു കാര്യം പറയാനുണ്ട്. It's just a point. The main point of Bhagavad Gita നോക്കി കഴിഞ്ഞാൽ it also presents the synthesis of Hindu ideas about dharma, about bhakti and yogic ideals of moksha. Okay, actually chapter 6 of the Bhagavad Gita നോക്കി കഴിഞ്ഞാൽ it covers jnana, bhakti, karma and raja yoga. And it also so basically it also includes bhakti,
And if you want more clarity, you can read the 6th chapter. അതിൽ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയുണ്ട്. അല്ല, ഞാൻ ശരിയാണ് മാതാജി പറഞ്ഞത്. ഇതിൽ ഭക്തിയോഗം, ജ്ഞാനയോഗം എല്ലാം ഉണ്ട്, കർമ്മയോഗം എല്ലാം വരുന്നുണ്ട്. പക്ഷെ മുന്നിട്ട് നിൽക്കുന്ന എനിക്ക് തോന്നുന്ന ഭക്തിയോഗമാണ് കൂടുതലും എന്താണ് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നതെന്നാണ് എന്റെ ഒരു കോൺസെപ്റ്റ്. അല്ലേ? ശരിയല്ലേ? എല്ലാം ഇൻക്ലൂസീവ് ആണ്. ഇറ്റ് കവേഴ്സ് ജ്ഞാന, ഭക്തി, കർമ്മ ഈക്വലി. ആൻഡ് രാജയോഗ ഓൾസോ ഇറ്റ് ഈസ് ക്ലിയർലി മെൻഷൻ ഇൻ ദ 6th chapter. This is what I would advise. Okay. ചാപ്റ്റർ വരെയാണ് ഭഗവാൻ സുഹൃത്തായിട്ട് നിൽക്കുന്നത്. അത് കഴിയുമ്പോഴാണ് ഭഗവാൻ ദൈവമാവാൻ തുടങ്ങുന്നത്, പറയാൻ തുടങ്ങുന്നത്. എന്നിട്ടാണ് ഭക്തിയോഗം പറയുന്നത്. ഞാൻ ദൈവമാണെന്നും ഞാൻ നിന്റെ സുഹൃത്തല്ലെന്നും വ്യക്തമാക്കുന്നത് 9 കഴിയുമ്പോഴാണ്. അവിടെ പ്രഭു അത് കഴിയുമ്പോ ദൈവമായി ഞാൻ എന്റെ പർവ്വതങ്ങളിൽ ഞാൻ ഇതാവുന്നു അതാവുന്നു എന്നൊക്കെ പറഞ്ഞു തുടങ്ങും. അത് കഴിയുമ്പോ പിന്നെ ഭഗവാൻ പറയുന്നത് നമ്മളെ കർമ്മത്തിന് ഊന്നൽ കൊടുക്കണം. ഏതൊരു സാഹചര്യത്തിലായാലും അടിപ്പില്ലേ, അങ്ങനെയല്ലേ പറയുന്ന കർമ്മ. അതായത് നിന്റെ അർജുനന്റെ കർമ്മം എന്തെന്ന് വെച്ചാൽ അർജുനൻ ഒരു ക്ഷത്രിയനല്ലേ. അപ്പൊ അർജുനന്റെ അവിടെ യുദ്ധം ചെയ്യുക എന്നുള്ളതാണ് അർജുനന്റെ കർമ്മം. അപ്പൊ എപ്പോഴോ അർജുനൻ അടിപെട്ട് കർമ്മത്തിൽ പോവാതിരിക്കുന്ന അവസ്ഥയിലാണ് കൃഷ്ണൻ ഓർമ്മിപ്പിക്കുന്നത്. അങ്ങനെയല്ല, നീ നിന്റെ കർമ്മം ചെയ്യണം, കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം. അങ്ങനെയും പറയുന്നുണ്ടല്ലോ, കർമ്മബലം തരുന്ന ഈശ്വരൻ മാത്രം പോരെ, ഭക്തിയോടെ കർമ്മം ചെയ്യണം. അതെ അതെ അതെ. അർജുനൻ ഒരു ഭക്തനാണ്, അതുകൊണ്ട് എങ്കിലും അർജുനന് ഭക്തിയോടുകൂടി കർമ്മം ചെയ്യും. സറണ്ടർ ചെയ്തതിന് ശേഷമാണ്, അതും സറണ്ടർ ചെയ്തതിനു ശേഷമാണ് സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷമാണ്. അതുവരെ അർജുനൻ ഭഗവാന്റെ സുഹൃത്തായിരുന്നു. അതിനുശേഷമാണ് ഉപദേശം. ഭക്തൻ ഒരിക്കലും സുഹൃത്തുക്കൾക്ക് ഉപദേശം കൊടുക്കാറില്ല, ഭക്തന് മാത്രമേ ഉപദേശം കൊടുക്കുള്ളൂ. അപ്പൊ അവിടെ സറണ്ടർ ചെയ്തു. ചെയ്യാതിരിക്കണ്ട എന്നല്ല, യുദ്ധം ചെയ്യുക ഭക്തിപൂർവ്വം. ഏത് ഡിവോഷണൽ സർവീസ് ആയാലും നമ്മളെ ഡ്യൂട്ടി പൂർണ്ണമായും ചെയ്തുകൊണ്ട് ഭക്തിക്ക് കോംപ്രമൈസ് ചെയ്യാതെ ഡ്യൂട്ടിയും അതേപോലെ നടക്കണം. അത് കഴിഞ്ഞ ആഴ്ചത്തെ ക്ലാസ്സില് സിംഗപ്പൂരിലെ ഹെഡ്, ഇസ്കോണിന്റെ ഹെഡ് പറഞ്ഞൊരു, അദ്ദേഹത്തിനോട് ആരോ ചോദിച്ചാണ് കുടുംബജീവിതമായിട്ട് എങ്ങനെ കൊണ്ടുപോകാം ഈ. അപ്പൊ അദ്ദേഹം സ്റ്റുഡന്റ് ആയിരിക്കുന്ന സമയമുള്ള കാര്യം പറയുന്നുണ്ട്. അതായത് അദ്ദേഹം സ്റ്റുഡന്റ് ആയിരിക്കുമ്പോഴും അദ്ദേഹത്തിന് ഈ ഭക്തിയും ഈ സിസ്റ്റവും 16 റൗണ്ട് ചാൻറ്റിങ്ങും എല്ലാം ഉണ്ട്. പക്ഷെ അത് പഠിത്തത്തെ ബാധിച്ചിരുന്നില്ല, അതുകൊണ്ട് പേരൻസിന് പരാതിയില്ലായിരുന്നു. അത് പഠിത്തത്തെ ബാധിച്ചിരുന്നില്ല, അതുകൊണ്ട് പേരൻസിന് പരാതിയില്ല. അതുകൊണ്ട് എല്ലാ ഭക്തി കാര്യങ്ങളും ചെയ്യാൻ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹം ടോപ്പറായിരുന്നു. അതുപോലെ ഒരു ഭർത്താവായിരിക്കണം, അതിൽ കോംപ്രമൈസ് ചെയ്യാതെ തന്നെ ഭക്തിയുത സേവനം നടത്തുകയും വേണം. അവിടെ പരാതിക്ക് വക കൊടുക്കരുത്. അച്ഛന്റെ ഡ്യൂട്ടി ചെയ്തിരിക്കണം. അവിടെ പിള്ളേർക്ക് പരാതിക്ക് വക കൊടുക്കാതെ ഭക്തിയുത സേവനം കൂടെ കൊണ്ടുപോകണം. എന്നാലേ കുടുംബജീവിതം നേരെ പോകും. അങ്ങനെ പോകണം എന്ന് തന്നെയാണ് പുള്ളി പറഞ്ഞത്. പുള്ളിയുടെ ഉദാഹരണം തന്നെയാണ് പറഞ്ഞത്. കാരണം പഠിച്ചപ്പോ അയാൾ ടോപ്പറായിരുന്നു, പക്ഷെ അദ്ദേഹം വെളുപ്പാൻ രാവിലെ എണീക്കുകയും ഇത്രയും റൗണ്ട് ചാൻറ്റ് ചെയ്യുകയും എല്ലാം ചെയ്യുമായിരുന്നു. അപ്പൊ അച്ഛനും അമ്മയ്ക്കും പരാതിയില്ലായിരുന്നു. അദ്ദേഹം ഇപ്പം വലിയ ഗുരുവായി, സിംഗപ്പൂർ ഹെഡാണ് ആള്. അദ്ദേഹം അതിൽ പറയുന്നുണ്ട്, നിങ്ങള് എന്താണോ അതായത് തന്നെ നിൽക്കുക, പക്ഷെ ഭക്തിയുത സേവനം ചെയ്യുക. ഈ പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥകൾ ജീവിതത്തിൽ ഇതിന്റെ കൂടെ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിനിടയിലുള്ള കച്ചറ അങ്ങ് മാറിക്കിട്ടും. ഈ രണ്ടുമല്ലാത്ത കുറെ കച്ചറ ഉണ്ടല്ലോ, അത് മാറിക്കിട്ടണം. അച്ഛനായിട്ട് തന്നെ ഇരിക്കും, ഭക്തിയുത സേവനവും നടക്കും. അപ്പൊ ഇത് രണ്ടു നേരം ചെയ്യുമ്പോഴത്തേക്ക് വേറെ ഒന്നും ചെയ്യാനുള്ള സമയം കിട്ടൂല എന്നേ ഉള്ളൂ. കോൺഷ്യസിനെ നമ്മൾ മാറ്റണം, കോൺഷ്യസിനെ മാറ്റണം അല്ലേ? കുറെ അനാവശ്യ പണികൾ നമ്മൾ ചെയ്ത സമയം കളയുന്നുണ്ടാവും. അതെ, അത് ഒഴിവാക്കണം, അത് ഒഴിവാക്കപ്പെടും ഇത് രണ്ടും കൂടെ ചെയ്യുമ്പോ. അപ്പൊ ഭക്തിയും പിന്നെ അച്ഛനുമേ കാണും. അപ്പൊ എല്ലാം കാര്യം നേരെ പോകും. നല്ല ക്ലാസ് ആയിരുന്നു കഴിഞ്ഞ ആഴ്ചത്തെ. സൺഡേ ക്ലാസ് ഉണ്ട് നമുക്ക്. വലിയ ആചാര്യന്മാരെയൊക്കെ കൊണ്ടുവരും. ജയസാക്ഷി പ്രഭു ഓൺലൈനാണ്, പക്ഷെ വളരെ എക്സ്പീരിയൻസ്ഡ് ആളുകൾ വരും. അതുകൊണ്ട് കുടുംബജീവിതം നേരെ പോകും. അല്ല, കുടുംബജീവിതം ഒളിച്ചോടാനല്ല ഭക്തി, അത് കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് ചെയ്യാനാണ്. അപ്പൊ പിള്ളേരൊക്കെ പറഞ്ഞാൽ കേൾക്കും. അല്ലാതെ നമ്മൾ ചുമ്മാ പറഞ്ഞാൽ അവർ കേൾക്കൂല. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പാഴ്മരമായിട്ട് മാറും. അങ്ങനെയാണ് ജീവിതം ഇതിൽ പറഞ്ഞിരിക്കുന്നത്.
ഭക്തിയോടുകൂടി അവരവരുടെ സ്വഭാവം അനുസരിച്ചുള്ള കർമ്മം. അതാണ് ഭഗവത്ഗീത അഡ്വൈസ് ചെയ്യുന്നത്. അവരവരുടെ സ്വഭാവം അറിയുക എന്നുള്ളതാണ് ആദ്യത്തെ റിയലൈസേഷൻ. അവരവർക്ക് ഒരു ജെനുവിൻ നേച്ചർ ഉണ്ടാവും, അത് അറിയുക. അതേസമയം ഭക്തി അതിന്റെ കൂടെ. ഇപ്പൊ അർജുനൻ ഭക്തനായിരുന്നു. അർജുനോട് പല പ്രാവശ്യം ഭഗവത്ഗീത പറയുന്നുണ്ട്, നീ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട, എന്നോട് അസൂയയില്ലാത്ത, ഭഗവാനോട് അസൂയയല്ല സ്നേഹമാണ് വേണ്ടത്. അപ്പൊ നിങ്ങളെ അമ്മയും അച്ഛനും ഒക്കെ നിങ്ങളെ നിന്ന് പ്രതീക്ഷിക്കുന്ന സ്നേഹമാണ്, വേറൊന്നുമില്ലല്ലോ. സ്നേഹമുണ്ടെന്ന് അവർക്ക് തോന്നി കഴിഞ്ഞാൽ അവർ ഹാപ്പിയായി. അതെ, സ്നേഹം ഇല്ലാണ്ട് നമുക്ക് ഭക്തി വരാൻ ചാൻസ് ഇല്ല. ആക്ച്വലി സ്നേഹം, ലവ് ആൻഡ് ഡിവോഷൻ. ഡിവോഷൻ ഇസ് ദ ഭക്തി പാർട്ട്. ഓക്കെ, നമുക്ക് ഒരാളോട് ഡിവോഷൻ തോന്നണമെങ്കിൽ വി ഹാവ് ടു ഹാവ് സ്നേഹം വേണം നമുക്ക്. സോ റിസർച്ചും നമ്മുടെ ഗീതയിൽ തന്നെ പറയുന്നുണ്ട്, അതിൽ എംഫസൈസ് ചെയ്യുന്നുണ്ട്, ഇമോഷണൽ, ഇന്റൻസ് ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആണ് ലവ്. ദാറ്റ് ലവ് ഓഫ് എ ഡിവോട്ടി ഇസ് ഭക്തി. അപ്പോ ബേസിക്കലി ഭക്തി ഹാസ് ലവ് ആൻഡ് ഇറ്റ് ഓൾസോ ഹാസ് ഇമോഷണൽ അറ്റാച്ച്മെന്റ് വിത്ത് ദ സുപ്രീം ഗോഡ് ഹെഡ്. ഭഗവാന്റെ മക്കളായതുകൊണ്ട് ഭഗവാൻ സ്നേഹം പ്രതീക്ഷിക്കുന്നു നമ്മളെ. അപ്പൊ സ്നേഹം വേണം, സ്നേഹം വേണം, സ്നേഹം വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടം വേണം, ഇഷ്ടം വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടത്തിനൊത്ത്, അതായത് എന്താണോ ഭഗവാന്റെ ഇഷ്ടം ആ ഇഷ്ടത്തിനൊത്ത് നമ്മൾ ജീവിക്കണം. എനിക്ക് കൃഷ്ണന്റെ ഇഷ്ടം ഇതാണ്, അതുകൊണ്ട് ഞാൻ ഇതേ ചെയ്യുകയുള്ളൂ. ആ ഒരു കോൺഷ്യസിലോട്ട് നമ്മൾ മാറണം. അപ്പോഴാണ് നമുക്ക് ഒരാളോട് സ്നേഹമുണ്ട് എന്ന് പറയാൻ പറ്റുന്നത്. ജയപ്രകാശ് പ്രഭു എന്തോ പറയുന്നു? ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. എനിക്ക് തോന്നുന്നത് നമ്മൾ വിശ്വാസം വേണം. വിശ്വാസം ഉള്ളിടത്ത് ഭക്തി ഉണ്ടാവും. അതായത് നമുക്ക് എന്തിനും ഭഗവാൻ കൂടെ ഉണ്ട് എന്ന് നമ്മൾ ഉറച്ച് വിശ്വസിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ തീർച്ചയായിട്ടും അത് തന്നെയാ പറയുന്നത്. there cannot be any love without trust. കറക്റ്റ്, സത്യം. അപ്പം അറിയാതെ ഈ ഒരു വിശ്വാസത്തെ പറ്റിയുള്ള ഒരു പോയിന്റിലോട്ട് നമ്മൾ വരികയാണ്. ഞാൻ പറഞ്ഞു അടുത്ത ആഴ്ച നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ. അപ്പം ജയപ്രകാശ് പ്രഭു വീണ്ടും അത് ഉറപ്പിച്ചു കഴിഞ്ഞു. ആ സബ്ജക്റ്റിലോട്ട് പോവാം. ജയലക്ഷ്മി മാതാജി പറഞ്ഞെടുത്ത ഒരു കാര്യം കൂടി പറയാണ്ട്. ഭഗവത്ഗീത ഭക്തിയല്ല യുക്തിയാണെന്ന് പറഞ്ഞാല്, ഭഗവത്ഗീത ശരിക്ക് വേദോപനിഷത്തും ഇതിഹാസങ്ങളും പുരാണങ്ങളുടെ ഉള്ള ഒരു സംഗ്രഹമാണ് ഇത് ഭഗവത്ഗീത. രണ്ടാമത്തെ അധ്യായം പ്രത്യേകിച്ച് പേര് കൊടുത്തിരിക്കുന്ന ഗീതാ സംഗ്രഹം, സാഖ്യയോഗം. ഇതില് ആദ്യം പറയുന്നുണ്ട് ഉപനിഷത്ത് ഇതിലുണ്ട്. ആദ്യത്തെ ധ്യാന ശ്ലോകത്തിലുണ്ട് ഉപനിഷത്ത് എന്നാണ് ഇത് എടുത്തിട്ടുള്ളതെന്നുണ്ട്. ഇത് എനിക്കൊന്ന് പലരും പല രീതിയിലല്ലേ കാണുന്നത്. ഇപ്പൊ സയന്റിഫിക്കലി കാണുന്ന ഒരാളുടെ ഇതായിരിക്കും. ഞാൻ റെഫർ ചെയ്തുകൊണ്ട് അങ്ങനെ വന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ശരിക്കും നമ്മളെ വിശ്വാസവും ഭക്തിയും തന്നെയാണ് വലുത്. ഇപ്പൊ ആരെന്ത് പറഞ്ഞാലും പറയുന്നില്ല, ഇന്നസെന്റ് ആയിട്ടുള്ള ഭക്തി തന്നെയാണ്, അല്ലെങ്കിൽ ഇന്നസെന്റ് ആയിട്ടുള്ള വിശ്വാസം തന്നെയാണ് ഏറ്റവും പ്രധാനം. അത് ഞാനും പ്രഭു പറഞ്ഞ കറക്റ്റ് ആട്ടോ. ഹരേ കൃഷ്ണ. അപ്പം അതിന്റെ ഇൻട്രഡക്ഷനിലൂടെയാണ്, അതായത് ഫസ്റ്റ് ചാപ്റ്ററിലൂടെ, ഏകദേശം ഫസ്റ്റ് ചാപ്റ്റർ തീരാറാവുന്നുണ്ട്. ഫസ്റ്റ് ചാപ്റ്ററുടെ ഒന്നുകൂടെ റിവ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ച നമുക്ക് ഒരു ക്ലാസ് ഉണ്ട്. 7:30 to അതെ അല്ലേ വിദ്യാജി? 7:30 അല്ലേ? 7:30 to 9. 7:30 to 9 കൃത്യം 1.5 മണിക്കൂറേ ഉള്ളൂ. അപ്പം ഫസ്റ്റ് ചാപ്റ്റർ ഒന്നുകൂടെ നമുക്ക് റിവ്യൂ ചെയ്യാം. ആ ക്ലാസ് പോകുന്നത് ഫസ്റ്റ് ചാപ്റ്ററിലാണ്. 7:30 to 9 ഒന്നുകൂടെ അപ്പം മനസ്സിലാവും ഭഗവത്ഗീതയെ എന്താണ് അടിസ്ഥാനമാക്കുന്നത്, അർജുനൻ എവിടെയാണ്, അർജുനന്റെ പൊസിഷൻ എവിടെയാണ് എന്നൊക്കെ ഉള്ളത് നമുക്ക് ഒന്നുകൂടെ മനസ്സിലാക്കാൻ പറ്റും. ഇത് ഈ ഭഗവത്ഗീത വീണ്ടും 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 വായിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ പോയിന്റുകൾ പിടിക്കത്തുള്ളൂ. ഒരു പ്രാവശ്യം കൊണ്ട് മാത്രം നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. വായിക്കണം, വായിച്ചുകൊണ്ടേയിരിക്കണം. അപ്പൊ അതിന് വേണ്ടത് ഇഷ്ടമാണ്. നമുക്കൊരാളോട് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ അതിനെ കാണുമ്പോൾ നമുക്ക് എടുക്കാനോ അടുക്കാനോ സംസാരിക്കാനോ തോന്നുകയുള്ളൂ. അപ്പം ഭഗവത്ഗീത കാണുമ്പം ആ ഭഗവത്ഗീതയെ മനസ്സുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെടണം. ആ ഇഷ്ടപ്പെടുമ്പം നമ്മൾ വഴിയെ പോവുകയാണെങ്കിൽ പോലും ഒരു ശ്ലോകം എടുത്ത് വായിക്കാൻ നമുക്ക് തോന്നും. അങ്ങനെ ഒരു മനസ്സിന്റെ ഇഷ്ടം വേണം. രാജീവ് പ്രഭു എന്തോ പറയുന്നു? ഉണ്ട്, പറഞ്ഞോളൂ. മ്യൂട്ടാണ്. അല്ല, അത് കറക്റ്റാണ് പ്രഭു പറഞ്ഞ. ഞാൻ ഇവിടെ പറയുന്ന ഒന്നാമത്തെ ഇത് പാരലായിട്ട് ഇത് 1-ാം അധ്യായം ഇതിന്റെ പാരലായിട്ട് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഐഡിയ കിട്ടുന്ന ഇങ്ങനെ പറയായിരുന്നു.
ഒന്നാമത്തെ ചാപ്റ്റർ വായിക്കുന്നതിന്റെ ഒരു സിഗ്നിഫിക്കൻസ് ഒരു കഥയുണ്ട്. അത് ഞാൻ അയച്ചു തരാം, പ്രസാദത്തിലിടാം. തീർച്ചയായിട്ടും ഇന്ന് കിട്ടിയതാണ്. നമ്മളെ സത്സംഗിൽ വന്നതാണ്. ഞാനത് അയച്ചു തരാം, എല്ലാവർക്കും വായിക്കാം. ഒന്നാം ചാപ്റ്റർ വായിക്കുന്നതിന്റെ വളരെ ഇതായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ ചാപ്റ്റർ വായിക്കുന്നത് അത് ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ കാണുന്നത്. ഒന്നാമത്തെ ചാപ്റ്റർ വായിക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ് ഭയങ്കര 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 മുക്തിദായകം എന്നാണ് പറഞ്ഞത്. ഞാനത് അയച്ചു തരാം. ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോൾ നമ്മള് വീണ്ടും വീണ്ടും ഭഗവത്ഗീതയോ ആണെങ്കിലും പോലും ഭാഗവതമാണെങ്കിൽ പോലും ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം വായിച്ചുകൊണ്ട് കാര്യമില്ല, വീണ്ടും വായിക്കണം. ആവർത്തിച്ച് വായിക്കുമ്പോൾ അതിൻ്റെ വാക്കുകളിൽ നമുക്ക് ഒന്നുകൂടെ അതിന്റെ ദൃഢത വരും. ആ ദൃഢത വരുമ്പോൾ നമുക്ക് ഓരോന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ പറയും ഭഗവത്ഗീത പറഞ്ഞിരിക്കുന്നത് ശരിയാണ് എന്നുള്ളത്. അവിടെയാണ് ഇപ്പം നിവേദാണെങ്കിലും നിവേദനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ആ ഒരു കോൺഷ്യസ് ഉണ്ടായത് കൊണ്ടാണ് ഭഗവത്ഗീതയെ ടച്ച് ചെയ്യാൻ, അതായത് കമ്പയർ ചെയ്യാൻ തോന്നുന്നത്, ഭഗവത്ഗീതയെ റെഫർ ചെയ്യാൻ തോന്നുന്നത്. ഇപ്പം ആധുനിക ശാസ്ത്രം വായിക്കുമ്പോഴും ആ പൗരാണിക ശാസ്ത്രത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് നമുക്ക് ഓർമ്മിക്കാൻ പറ്റുന്നതും അതിനുമായിട്ട് കൂട്ടിയോജിപ്പിക്കാനുള്ള ഒരു മനസ്സുണ്ടാകുന്നതും ആ ഒരു ഇഷ്ടം, ഒരു കോൺഷ്യസ്നെസ് വരുന്നതുകൊണ്ടാണ്. അപ്പൊ ആ ഒരു കോൺഷ്യസ് നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും അവിടെയാണ് പറഞ്ഞത്, നേരത്തെ നമ്മൾ പറഞ്ഞ മെറ്റീരിയലിസ്റ്റിക് പേഴ്സൺ ആൻഡ് സ്പിരിച്വലിസ്റ്റിക് പേഴ്സൺ. സ്പിരിച്വലിസ്റ്റിക് പേഴ്സൺ എല്ലാത്തിനെയും ആത്മീയമായിട്ടാണ് കാണുന്നത്. ഭൗതികതയും ആത്മീയതയും എന്ന രണ്ടില്ല, ഒന്നു തന്നെയാണ്. നമ്മുടെ കോൺഷ്യസിലാണ് മാറ്റം വരേണ്ടത്. പ്രവൃത്തി ഒന്നേ ഉള്ളൂ, പക്ഷെ ആ പ്രവൃത്തി ഏത് രീതിയിലാണ് കൊണ്ടുപോകേണ്ടതെന്നുള്ളതാണ്. എല്ലാ ഭൗതികതയിലും, അതായത് ഒരു തടിയിൽ അഗ്നി ഉണ്ട്, ആ അഗ്നി ഉള്ളത് ആ തടിയുടെ സ്വഭാവമാണ്. അഗ്നി ഇല്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അതുപോലെ നമ്മുടെ ഭൗതിക ജീവിതത്തിൽ തന്നെ നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ആത്മീയത ഇരിപ്പുണ്ട്. പക്ഷെ ആത്മീയതയെ പുറത്തു കൊണ്ടുവരണം. അവിടെയാണ് നമ്മുടെ ശരിയായ കോൺഷ്യസ്നെസ് വർക്ക് ചെയ്യുന്നത്. ഹരേ കൃഷ്ണ. വിമൻ പ്രഭു. ഹരേ കൃഷ്ണ. ഞാൻ വിചാരിച്ചു ലാബോറട്ടറിയിൽ പോയതെന്ന്. പറഞ്ഞോളൂ. സുന്ദരനായിരിക്കുന്നല്ലോ. കഴിഞ്ഞ ആഴ്ച സുന്ദരനാണ്. ആണല്ലേ? പറഞ്ഞോളൂ. നമുക്ക് ഇതിപ്പോ 69 അടുത്ത ആഴ്ചയോടുകൂടി തീരുമല്ലേ നമ്മുടെ സെക്കൻഡ്? അടുത്ത ആഴ്ചയോട് തീരുമല്ലേ? അടുത്ത ആഴ്ചയോട് തീരുമ്പോൾ ഇതിന്റെ ഒരു റിവ്യൂ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ഇടയ്ക്ക് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്തപ്പോൾ, അതായത് രാമായണ മാസം കഴിഞ്ഞപ്പോൾ പറഞ്ഞപ്പം സെക്കൻഡ് ചാപ്റ്റർ ഇന്ന ശ്ലോകം മുതൽ ഇന്ന ശ്ലോകം വരെ ഇന്നതാണ്, ഇന്ന ശ്ലോകം മുതൽ ഇന്ന ശ്ലോകം വരെ ഇന്നതാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി പറയാനുള്ളത് നമ്മുടെ അംഗങ്ങളാണ്. അപ്പം അതുകൊണ്ട് അതിനെക്കുറിച്ച് പറയുക. എന്റെ ഊഴം കഴിഞ്ഞു. ഹരേ കൃഷ്ണ. അമൃതമാതി റെഡിയാണെന്നാണ് അങ്ങോട്ട് പറഞ്ഞത് പ്രഭുവിന്റെ അടുത്ത്. ഞാനും റെഡിയാണ് എന്നാണ് അമൃതമാതാജി പറഞ്ഞത്. അല്ലേ? അങ്ങനല്ലേ പറഞ്ഞത്? അല്ലേ അമൃതമാതാജി? ഞാനും റെഡിയാണെന്നല്ലേ പറഞ്ഞേ? അല്ല, രാജീവ് പ്രഭു പാര വെച്ചോണ്ട് പറഞ്ഞതാ. അല്ല പ്രഭു, നമുക്ക് 70, 71 അടുത്ത ആഴ്ച എടുത്തിട്ട് ഒരു അരമണിക്കൂർ ഇതിന് പ്രഭുവിന് കൊടുത്തു കഴിഞ്ഞാൽ അത് തീർക്കും. അടുത്ത ആഴ്ച തീർത്ത് അടുത്ത ആഴ്ച മാത്രമാക്കുന്നതിന് അതിന് അടുത്ത ആഴ്ചയും കൂടെ നമ്മൾ കണ്ടിന്യൂ ചെയ്യും. രണ്ടാം അധ്യായം ഒരു പരമപ്രധാന അധ്യായം. അതെ, അതുകൊണ്ട് നമ്മള് അതിന് അടുത്ത ആഴ്ച കൂടെ കണ്ടിന്യൂ ചെയ്യും റിവ്യൂ. നോ പ്രോബ്ലം. ഒന്ന് ഫുള്ള് വായിക്കാവണമെങ്കിൽ ഈ രണ്ടാം അധ്യായം എനിക്ക് ജയലക്ഷ്മി മാതാജി ഇത് യുക്തിയാണെന്ന് പറയുമ്പോ എനിക്ക് പിന്നെയും പ്രശ്നം വരുന്നു. കാരണം ഇതിൽ പറയുന്നത് ആത്മസാക്ഷാത്കാരത്തെ നേടുമെന്നാ തീരുന്നത്. ലാസ്റ്റ് രണ്ടാം അധ്യായം തീർക്കുന്നത് അങ്ങനെയാ.
തിരിച്ചെടുത്തു. അല്ല, അത് മാതാജി യുക്തിയാണെന്ന് പറഞ്ഞിട്ടില്ല. അത് വായിച്ചത് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നേ പറഞ്ഞുള്ളൂ. ഇത് യുക്തിയല്ലാന്ന് പറഞ്ഞിട്ടില്ല. യുക്തിയുണ്ട്. പക്ഷെ ഭക്തിയോടെ യുക്തി ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്. അതെ അതാണ് സംസാരിച്ച് അതിന്റെ ഒരു സ്പോണ്ടേനിയസ് ആൻസർ ആയിട്ട് 3-ാമത് അധ്യായത്തിൽ ഒരുപാട് കവർ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ധ്യാന ശ്ലോകത്തിൽ പറയുന്നുണ്ട് പ്രഭു, ധ്യാന ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ഉപനിഷത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ധ്യാന ശ്ലോകം നന്നായിട്ട് ഞാൻ കുറച്ച് നോക്കിയായിരുന്നു. അപ്പൊ എനിക്ക് ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ല. ജസ്റ്റ് ഞാൻ പോയി നോക്കിയപ്പോ നമുക്ക് ധ്യാന ശ്ലോകം ഉണ്ടല്ലോ ആദ്യത്തെ, അതിൽ പറയുന്നുണ്ട് ഉപനിഷത്തിൽ നിന്ന് ഭഗവാൻ എടുത്തിട്ടുള്ളതാണെന്ന് അതില് ഉണ്ട്. അങ്ങനെയാണ് ഞാനത് പറഞ്ഞത് കേട്ടോ. ഉപനിഷത്തിൽ നിന്ന് ഭഗവാൻ എടുത്തിട്ടുള്ളതല്ല, ഗീത ഉപനിഷത്ത് എന്നാണ് പറയുന്നത്. ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് നമ്മൾ എടുത്തിരിക്കുന്നത്. സർവോപനിഷത്തോ ഗാവോ, അതായത് കറവക്കാരനായ ഉപനിഷത്തുകളുടെയും എസൻസ് ആണിത്. ഉപനിഷത്ത് എന്ന് പറയുമ്പോൾ അതെ സർവ്വതിന്റെയും സാരം. സുശീം പ്രഭു, അതെ, ഇത് ഇരിക്കുമ്പോ പിന്നെ വേറെ ഉപനിഷത്തുകൾ പോയി റിസർച്ച് ചെയ്യണ്ട. അതെ, വായിക്കാൻ ഭഗവാൻ ഒരു ഉപദേശം വെച്ച് ഇത് സാധാരണക്കാർക്ക് പ്രയോജനമാകുന്ന വിധത്തില് ഭഗവാൻ ഒരു പുതിയ ഇത് 5000 വർഷങ്ങൾക്ക് മുമ്പ് സാധാരണ ജനങ്ങൾക്ക് വേണ്ടി കൊടുത്ത ഒരു ഭാഗമാണ് ഭഗവത്ഗീത. ഇത് കണക്ക് ഒരു ഗൃഹസ്ഥന് പറഞ്ഞു കൊടുത്തതാണ് സാധാരണക്കാരൻ. അത് വെച്ചിട്ട് ഇത് പുറത്തോട്ട് ഓരോ ഉപനിഷത്ത് എടുത്ത് ഡീറ്റെയിൽ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ശരിക്കും സാധാരണക്കാർ ചെയ്യണം എന്നുള്ളത് അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. കറക്റ്റ്. നമ്മള് കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പിട്ട് ഇത് ഗോവർദ്ധനധരം വന്ദേ ഇന്ന് ആര് വായിക്കും? നിവേദ് റെഡിയാണോ? ഗോവർദ്ധനധരം വന്ദേ വായിക്കാൻ വായിച്ചു. നന്നു എവിടെ? ഗോവർദ്ധനധരം വന്ദേ ഗോപാലം ഗോപരൂപിണം ഗോകുലോത്സവമേ ഈശാനാം ഗോവിന്ദം ഗോപികാപ്രിയം വന്ദേ നവഗണശ്യാമം പീതാംബരധരം ദേവം ശാരദം പുരുഷോത്തമം. ഹരേ കൃഷ്ണ. ജയപ്രകാശ് പ്രഭു അതിന്റെ ആ മലയാള അർത്ഥം ഒന്ന് വായിച്ചു. അതാണ് ഞാൻ നോക്കുന്ന പ്രയോഗം. ഓക്കെ. നന്നു ഗോവർദ്ധനധരം വന്ദേ എന്ന് വായിച്ചോളൂ. ജയപ്രകാശ് പ്രഭു അപ്പോഴത്തേനും നന്നു വായിച്ചോ, ഒന്നുകൂടി വായിച്ചോളൂ. ഗോവർദ്ധനം ധരം ദേവം വന്ദേ ഗോവർദ്ധനധരം വന്ദേ ശ്രീമനം ഗോപരൂപീണം ഗോകുലോഷമീശാനം ഗോവിന്ദം ദേഹം ശമം ദിവിജം മുരളീധരം പീതാംബരം ധരം ദേവം ശാരദം പുരുഷോത്തമം. ഹരേ കൃഷ്ണ. അനവദ്യ ഉണ്ടോ? വായിച്ചോളൂ. അനവദ്യ കുട്ടികളെല്ലാം ചൊല്ലട്ടെ. വിസ്മയ. ഗോവർദ്ധനധരം വന്ദേ ഗോപാലം ഗോപരൂപിണം ഹരേ കൃഷ്ണ. വായിച്ചോളൂ. ഗോവർദ്ധനധരം വന്ദേ ധനധരം വന്ദേ ഗോപാലം ഗോപരൂപിണം ഗോകുലോത്സവം ഗോപികാപ്രിയം. വെരി ഗുഡ്. വിസ്മയ. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. ഗോവർദ്ധനധരം വന്ദേ ഗോപാലം ഗോപരൂപിണം ഗോകുലോത്സവമേശാനം ഗോവിന്ദം ഗോപികാപ്രിയം. വന്ദേ നവഘനശ്യാമം ദ്വിഭുജം മുരളീധരം പീതാംബരധരം ദേവം ശാരദം പുരുഷോത്തമം. വായിച്ചോളൂ. പഠിക്കുള്ളൂ. രണ്ടല്ലേ?
സ്ക്രീനിൽ ഒന്ന് ഡിസ്പ്ലേ ചെയ്താൽ വലിയ സൗകര്യമായിരിക്കും. വന്ദേ നവഗണശ്യാം ദ്വിഭുജം മുരളീധരം പീതാംബരം ദേവം ശാരദം പുരുഷോത്തമം. വെരി ഗുഡ്, വെരി ഗുഡ്. നോക്കട്ടെ കിടക്കുന്നത്. എനിക്ക് എഴുതാനുണ്ട്. എവിടെ ഇട്ടേക്കെന്ന് എനിക്ക് കിട്ടുന്നില്ല. എവിടെയോ ഞാൻ കൊണ്ടിട്ടിട്ടുണ്ട്. കിട്ടുന്നില്ല. ഓക്കെ, അത് പിന്നെ നോക്കാം, അടുത്ത ആഴ്ച നോക്കാം. എവിടെയോ ഇട്ടു. ഓക്കെ, കിട്ടി. ശരിയാവും. ഓക്കെ, ഓക്കെ, നമുക്ക് ഒരുമിച്ച് വായിക്കാം. 1 2 3 4 സ്റ്റാർട്ട്. ഗോവർദ്ധനധരം വന്ദേ ഗോപാലം ഗോപരൂപിണം ഗോകുലോത്സവമീശാനാം ഗോവിന്ദം ഗോപികാപ്രിയം വന്ദേ നവഘനശ്യാമം ദിവിജം മുരളീധരം പീതാംബരധരം ദേവം ശാരദം പുരുഷോത്തമം. ഹരേ കൃഷ്ണ. ജയപ്രകാശ് മീനിങ്. നിരന്തരം ഗോപന്മാരോടൊത്ത് ഉല്ലസിക്കുകയും സുന്ദരനായ ഒരു ഗോപബാലന്റെ രൂപം കൈക്കൊള്ളുകയും ഗോവർദ്ധന പർവ്വതത്തെ ഉയർത്തുകയും ചെയ്ത അങ്ങയെ ഞാൻ ആരാധിക്കുന്നു. എല്ലാ ദിവസവും ഉത്സവമായിട്ടുള്ള ആ ഗോകുലത്തിന്റെ നാഥനും ഗോപികമാരുടെ പ്രിയപ്പെട്ട ഗോവിന്ദനുമാണ്. 2 കരങ്ങളാൽ പുല്ലാങ്കുഴൽ പിടിച്ചിരിക്കുന്ന ആ നവഗണശ്യാമന് ഞാൻ എൻ്റെ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. മഞ്ഞപ്പട്ടുടയാൽ മനോഹരമായിട്ടുള്ള ആ പുരുഷോത്തമനെ ഞാൻ ആരാധിക്കുന്നു. ഹരേ കൃഷ്ണ. അത്തരം ഒരു പരമമായ പുരുഷനെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്. എല്ലാവരുടെയും സംരക്ഷകൻ ജനാർദ്ദനൻ, ലക്ഷ്മീപതി മാധവൻ, ഐശ്വര്യത്തിന്റെ നാഥൻ. ഈ 2 വാക്കുകൾ മാത്രം മതി ഭഗവാനെ നമ്മുടെ ജീവിതത്തിലേക്ക് അടുപ്പിച്ച് കൊണ്ടുവരാൻ. 1 സംരക്ഷകൻ ജനാർദ്ദനൻ, 2 മാധവൻ ഐശ്വര്യദേവതയുടെ ഭർത്താവ്. ഇത് രണ്ടും, ഈ 2 അർത്ഥം മാത്രം നമ്മൾ ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ ഭഗവാനെ, കൃഷ്ണനെ നമ്മൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരൂഹ്യശ്ച കൃപാസിന്ധൂഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഏകം ശാസ്ത്രം നന്നു एकं शास्त्रं देवकी पुत्रगीतम् एको देवो देवकी पुत्र एव एको मन्त्रस्य तस्य नामानि यानि कर्मामि एकं तस्य देवस्य सेवा त्वमेव माताश्च पिता त्वमेव बन्धुश्च तथा त्वमेव विद्या द्रविणं त्वमेव सर्वं मम देवदेव. कृष्णाय वासुदेवाय हरे परमात्मने प्रणतकेशनाशाय गोविन्दाय नमो नमः. कृष्णाय वासुदेवाय देवकी नन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः. वसुदेवसुतं देवं कंसचारूरमर्दनं देवकी परमानन्दं कृष्णं वन्दे जगद्गुरु. कात्यायनी महामाये महायोगिनी अधीश्वरी नन्दगोपसुतं नन्दगोपसुतं देवं परिदे नमः. कृष्णं शरणं मम दासोऽहं कृष्ण तव अस्मि.
Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare. 1-2 അനൗൺസ്മെന്റ്. ശിവപ്രഭു മാതാജി കണ്ടില്ല. 1-2 അനൗൺസ്മെന്റ്. ഒന്ന്, നന്ദനയുടെ ബർത്ത്ഡേ ആയിരുന്നു. നമുക്ക് നന്ദനയ്ക്ക് ഭഗവാന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. എപ്പോഴും നമുക്ക് പ്രാർത്ഥിക്കാം 3 പ്രാവശ്യം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ആദ്യമേ ഞങ്ങൾ പറഞ്ഞു ഹാപ്പി ബർത്ത്ഡേ ടു യു അല്ലേ, കൃഷ്ണ ബ്ലസ് യു. എത്തിയോ? ക്ലാസ് കഴിഞ്ഞോ? ഇന്ന് കുറെ ഹിസ്റ്ററി പറഞ്ഞു അല്ലേ? അല്ലേ? മ്യൂട്ടാണ്. ഇന്ന് കുറെ ഹിസ്റ്ററി ഒക്കെ പറഞ്ഞില്ലേ? അതെ. എങ്ങനെ ഉണ്ടായിരുന്നു? ഓക്കെ. അടുത്തത് നമ്മുടെ പ്രഹ്ലാദൻ ചേട്ടന്റെ മകൻ അക്ഷരം അങ്ങനല്ലേ പേര്? മ്യൂട്ടാണ്. അക്ഷയ്ക്ക് ചൈന കോവിഡ് പോസിറ്റീവ് ആണ്. അപ്പം വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ഏകദേശം ഒക്കെ ആയി. ത്രോട്ട് ഇൻഫെക്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും എത്രയും പെട്ടെന്ന് ആ റെസിസ്റ്റൻസ് പവർ കൂട്ടി നെഗറ്റീവിലോട്ട് വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അദ്വൈത് പുറകെ ഒന്ന് ചാടുമ്പം നമ്മൾ പണ്ട് TV-യിലെ ഇത് ഏതോ ഒരു വാർത്തയാണോ പിന്നെ ഒളിമ്പിക്സിന്റെ ആണോ എന്തോ വരുമ്പം ബാക്കിൽ നിന്നുകൊണ്ട് ചില കളികളും കാർട്ടൂൺസും ഒക്കെ നമുക്ക് ഇങ്ങനെ കാണാണ്ടിരിക്കും. ഓർമ്മയുണ്ടോ അത് ജയപ്രകാശ് പ്രഭു? പണ്ടത്തെ അതേപോലെയാണ് നിവേദ അവിടെ ഇരിക്കുന്നത്, അദ്ദേഹം ബാക്കിൽ ഇരുന്നുകൊണ്ട് ഭയങ്കര കളികൾ കളിക്കുന്നു. ഋഗ്വേദ്. ഓക്കെ.